ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CA/CMA ഇൻ്റർമീഡിയറ്റ് ഡയറക്റ്റ് ടാക്സിലെ തേർഡ് ചാപ്റ്ററാണ്. ഇൻകം വിച്ച് ഡു നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം, ദാറ്റ് മീൻസ് എക്സംപ്റ്റ് ഇൻകം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ബേസിക് കോൺസെപ്റ്റ്സ് പ്ലസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഇൻകം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ്. ദാറ്റ് മീൻസ് ഇൻകത്തിന് നമ്മൾ ഡിഫറെൻറ്റ് ഹെഡിലായിട്ട് സാലറിയിലുണ്ടാവും, ഹൗസ് പ്രോപ്പർട്ടി, TGBP, then capital gain, then income from other source. ഇതിനെ നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാൻ നോക്കുന്നിട്ടും ഗ്രോസ് ടോട്ടൽ ഇൻകം, then less exemption under chapter 6A, less deduction under chapter 6A, കുറിച്ച് നോക്കുന്നിട്ടും ടോട്ടൽ ഇൻകം. ഓക്കെ, സോ ഈ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ, ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ കുറേ ഇൻകം നമുക്ക് അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടത്. അതായത് പല ഹെഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സംപ്റ്റഡ് ഇൻകം ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനകത്ത് അത് പല ഹെഡിൽ വരാത്ത സെപ്പറേറ്റ് ഇൻകം, ചില ഇൻകംസ് നമ്മൾ ഏതൊക്കെ എക്സംപ്റ്റ് ചെയ്യുന്ന ചില ഇൻകം, 1, 2, 3 ഇൻകം ഉണ്ട്. അത് നമ്മൾ ഇവിടെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കി റിമൈനിങ് ഇൻകംസ്, എക്സംപ്റ്റഡ് ഇൻകം എല്ലാം നമ്മൾ ഈ പറയുന്ന പല ഹെഡിലായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാലറിയിൽ, PGBP, ക്യാപിറ്റൽ ഗെയിനിൽ, IFOസിലൊക്കെ ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എക്സംപ്റ്റഡ് ഇൻകം. മെയിനായിട്ട് സെക്ഷൻ 10 ആണ്. ഓക്കെ, സെക്ഷൻ 10 ആണ് എക്സംപ്റ്റഡ് ഇൻകം അണ്ടർ സെക്ഷൻ 10. The various items of income referred to in different clauses of section 10 are excluded from total income of us. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഈ ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? അത് എക്സംപ്റ്റ് ചെയ്യും, ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യത്തില്ല, അല്ലേ? സോ നമുക്കിനി അതിനകത്ത് മൊത്തമായിട്ട് ഇൻക്ലൂഡ് ചെയ്യത്താണോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടായിട്ടാണോ എക്സംപ്ഷൻ കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദീസ് ഇൻകം ആർ നോൺ ആസ് എക്സംപ്റ്റഡ് ഇൻകം. ഓക്കെ, ദീസ് ഇൻകം ആർ നോൺ ആസ് എക്സംപ്റ്റഡ് ഇൻകം. Consequently, such income shall not enter into computation of taxable income. Okay, so that means ടോട്ടൽ ഇൻകം ആണിൻ്റെ പുറത്താണ് നമ്മൾ ഈ ടോട്ടൽ ഇൻകത്തിന് പുറത്താണ് എന്ത് ചെയ്യുന്നത്? പല സ്ലാബ് റേറ്റോ അല്ലെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. സോ ഈ എക്സംപ്റ്റഡ് ഇൻകത്തിനകത്ത് എന്ത് കണ്ടുപിടിക്കില്ല? ടോട്ടൽ ഇൻകത്തിലേക്ക് വരത്തില്ല. ദാറ്റ് മീൻസ് എന്താണ്? ടാക്സബിൾ ഇൻകത്തിൽ ആ എക്സംപ്റ്റഡ് ഇൻകം വരില്ല. ഓക്കെ, സോ അണ്ടർ സെക്ഷൻ 10 രണ്ട് രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫുള്ളി എക്സംപ്റ്റഡ്, ദാറ്റ് മീൻസ് ആ ഇൻകം, ആ കിട്ടുന്ന ഇൻകം എന്താണ്? ടോട്ടലി എക്സംപ്റ്റഡ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ്. ദെൻ പാർട്ട്ലി എക്സംപ്റ്റഡ്, ദാറ്റ് മീൻസ് മുഴുവൻ. ഇവിടെ അഗ്രികൾച്ചറൽ ഇൻകത്തിനകത്ത് കിട്ടിയ അഗ്രികൾച്ചർ ഇൻകം മൊത്തം എന്താണ്? എക്സംപ്റ്റ് ആണ്. ഇവിടെ നേരെ മറിച്ച് ഗ്രാറ്റുവിറ്റി, നമ്മളതെല്ലാം ഗ്രാറ്റുവിറ്റി സാലറിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഗ്രാറ്റുവിറ്റി ഇൻകം എന്താണ്? 10 സബ്സെക്ഷൻ 10 നമ്മൾ പിന്നെ ഡിസ്കസ് 10 സബ്സെക്ഷൻ 10 പ്രകാരം ഒരു ഫുള്ളി എക്സംപ്ഷൻ കിട്ടില്ല, ഒരു പാർട്ട്ലി എക്സംപ്ഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം, പാർട്ട്ലി എക്സംപ്റ്റഡ്. അതിനകത്ത് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഏതൊക്കെയാണ് ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം, പാർട്ട്ലി എക്സംപ്റ്റഡ് ഇൻകം എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് കേൾക്കാം എക്സംപ്ഷൻ. എക്സംപ്ഷൻ. സോ ഏതൊക്കെ ഹെഡിൽ ഏതൊക്കെ എക്സംപ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ സാലറി എന്ന് പറയുന്ന ഹെഡിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരെണ്ണം ലീവ് ട്രാവൽ കൺസെഷൻ ആണ്. അത് സെക്ഷൻ 10 സബ്സെക്ഷൻ 5 ആണ്. നമ്മളത് സാലറിയിൽ ഡിസ്കസ് ചെയ്യും. ദെൻ അലവൻസ് പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ഗവൺമെന്റ് ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, അത് വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 7 ആണ്. സാലറി ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രാറ്റുവിറ്റി സെക്ഷൻ 10 സബ്സെക്ഷൻ സാലറി, ഇതെല്ലാം നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നുണ്ട്. കമ്മ്യൂട്ടേഷൻ പെൻഷൻ അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ ഓഫ് പെൻഷൻ, കമ്മ്യൂട്ടഡ് പെൻഷൻ സെക്ഷൻ 10 subsection 10A. Leave encashment section 10 subsection 10AA. Then retrenchment compensation section 10 subsection 10B. Then voluntary retirement scheme, ഇതെല്ലാം നമ്മൾ സാലറി എന്ന് പറയുന്ന ഹെഡിന് അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. 10 subsection 10C. Okay. Then income tax paid by employer on non-monetary perquisite section 10 subsection 10CC. Then payment to provident fund. Okay, ഇതൊരു recognized provident fund ഒക്കെ ആണെങ്കിൽ നമ്മൾ സെക്ഷൻ 10 subsection 12. Then payment to superannuation fund section 10 subsection 13. Section 10 subsection 13. Then house rent allowance, very important.
section 10 subsection 13a. Then special allowance section 10 subsection 14. Okay. So ഇത്ര നമ്മൾ സാലറിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് വരുന്നത് സെക്ഷൻ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സെക്ഷൻ 10 സബ്സെക്ഷൻ 45 ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ 10 സബ്സെക്ഷൻ 45. സോ ഇത്ര നമ്മൾ സാലറിയിൽ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസ്. ദെൻ നമ്മുടെ എക്സാംപ്റ്റഡ് ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് യൂണിറ്റ് സ്കീം സെക്ഷൻ വരുന്നത് ക്യാപിറ്റൽ ഗെയിനൊക്കെ എന്താ ഡിസ്കസ് ചെയ്യുന്നതാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 35. ഓക്കെ. സോ ദാറ്റ് മീൻസ് നമ്മൾ ഈ എക്സംപ്റ്റഡ് ഇൻകത്തിൽ ഇതെല്ലാം നമ്മൾ ഈ 10 സബ്സെക്ഷൻ കുറേ സെക്ഷൻസ് ഉണ്ട്. അതിൽ പല പല ഹെഡിലായിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ഇന്റർ ലെവൽ ആപ്ലിക്കബിൾ ആണ് കുറേ സെക്ഷൻസ് പല ഹെഡിലായിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻകം 10 സബ്സെക്ഷൻ 1ഉം ദെൻ 10AA സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ എക്സംഷൻ വരുന്ന അല്ലെങ്കിൽ ഡിഡക്ഷൻ വരുന്ന കേസുമാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന രണ്ട് സെക്ഷൻസ്. ബിക്കോസ് ബാക്കി മേജർ സെക്ഷൻസ് എല്ലാം എന്തിനാ നമ്മൾ പല ഹെഡിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ബൈബാക്ക് വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 34 ക്യാപിറ്റൽ എ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ഓൺ കമ്പൽസറി അക്വസിഷൻ സെക്ഷൻ 10 സബ്സെക്ഷൻ 37. റിവേഴ്സ് മോർഗേജ് വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 43. ഓക്കെ. സോ സെക്ഷൻസ് ഒക്കെ ഓർത്തിരിക്കുന്നതിനാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നല്ലത്. സോ അതർ സോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻട്രസ്റ്റ് റൈസിംഗ് ഓൺ സർട്ടൻ ഇൻട്രസ്റ്റ് ഇൻകം റൈസിംഗ് ടു സർട്ടൻ പേഴ്സൺസ് സെക്ഷൻ 10 സബ്സെക്ഷൻ 15. ദെൻ ഫാമിലി പെൻഷൻ നമ്മളത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 57ലാണ്. സെക്ഷൻ 57ൽ അതർ സോഴ്സിനുണ്ടല്ലോ വരുന്ന എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻസിന് അണ്ടറിലാണ്. സെക്ഷൻ 57ലാണ് അതിനകത്തൊരു വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളും എല്ലാം നമ്മൾ IFOS ഇൻകം ഫ്രം അതർ സോഴ്സ് ഡിസ്കസ് ചെയ്യും. ദെൻ ഡിവിഡൻഡ് ഇൻകം. ഓക്കെ. സെക്ഷൻ 10 സബ്സെക്ഷൻ 34. സെക്ഷൻ 10 വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ IFOS ഡിസ്കസ് ചെയ്യുന്ന ഒരു മേജർ ഏരിയ ആണ് ഡിവിഡൻഡ്. പല തരത്തിലുള്ള ഡിവിഡൻഡ് ഡീംഡ് ഡിവിഡൻഡ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്. 15 പ്രകാരമുള്ള സെക്ഷൻ 115 പ്രകാരമുള്ള ഡിവിഡൻഡ് എക്സംഷൻ കിട്ടുന്നത് 10 സബ്സെക്ഷൻ 34. ക്ലബിങ്ങിൽ വരുന്നത് എക്സംഷൻ ഇന്റർ മൈനറിൻ്റെ വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 32. LICയുടെ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D പ്രകാരമുള്ള LIC നമ്മൾ ഈ ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റെസീപ്റ്റ് ഫ്രം LIC സെക്ഷൻ 10 സബ്സെക്ഷൻ ബിക്കോസ് 80C നമ്മൾ ചാപ്റ്റർ 6 ഡിഡക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെയും കയറി വരുന്നതാണ് 10 സബ്സെക്ഷൻ 10D. സോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് പോയിന്റ്സ്. ദെൻ പേയ്മെൻറ്റ് ടു NPS രണ്ടും വരുന്നത് സെക്ഷൻ 10 സബ്സെക്ഷൻ 23Cയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഓവറോൾ വ്യൂ വരുന്നത്. ദെൻ നമുക്ക് ഓരോ സെക്ഷനിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയയിൽ ഒന്നാണ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രി ഇൻകം. ഓക്കെ. സോ അഗ്രി ഇൻകം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 1A. സെക്ഷൻ 2 സബ്സെക്ഷൻ 1A ആണ്. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കാം. നമ്മൾ ഡെഫിനേഷനിലേക്ക് വരാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ. ദാറ്റ് മീൻസ് എന്താണ്? ഇന്ത്യയിലുള്ള ഒരു ലാൻഡ് അഗ്രികൾച്ചറിന് യൂസ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റെന്റും റവന്യൂ. ഓക്കെ. ദെൻ ഇൻകം ഫ്രം സച്ച് ലാൻഡ്. ദെൻ ഇൻകം ഫ്രം ഫാം ബിൽഡിംഗ്. നമുക്ക് ഒന്ന് നോക്കാം ഇന്നത്തെ ഡെഫിനിഷൻ. അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡ്സ്. സോ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് ലാൻഡ്, ഒന്ന് ബിൽഡിംഗ്. സോ ഇതിൽ രണ്ടിൽ നിന്നുള്ള ഇൻകം നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് പറയുന്നു ലാൻഡ്. ഓക്കെ. സോ ലാൻഡിൽ നിന്ന് വരുന്ന നമുക്ക് ശ്രദ്ധിക്കാം. ലാൻഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെനാരിയോ എന്താണ്? റെന്റ് ഓർ
revenue from land situated in India and used for the purpose of, okay, so that means rent. ഞാൻ എൻ്റെ അഗ്രികൾച്ചർ ലാൻഡ് വേറൊരാൾക്ക് റെന്റിന് കൊടുത്തു, അയാൾ അവിടെ അഗ്രികൾച്ചർ പർപ്പസ് ചെയ്തു, എനിക്ക് റെന്റ് എന്നാൽ എന്താണ്, അതൊരു അഗ്രികൾച്ചർ ഇൻകം. സോ ദാറ്റ് മീൻസ് റെന്റ് ഇൻക്ലൂഡ്സ് അതൊരു പേയ്മെന്റ്, മോണിറ്ററി പേയ്മെന്റ് ആകാം, ക്യാഷ് ആകാം, അല്ലെങ്കിൽ ബാങ്ക് ക്യാഷിലുള്ള ഇതാകാം, അല്ലെങ്കിൽ ഇൻ കൈൻഡ് ആകാം. ദാറ്റ് മീൻസ് നമ്മൾ പാട്ടത്തിനൊക്കെ കൊടുക്കുക എന്ന് പറയും, കിട്ടുന്ന റെന്റ് അല്ല ഇൻ കൈൻഡ് ആയിരിക്കും. ഇത്ര ചാക്ക് നെല്ല് നമ്മൾ പാട്ടത്തിന് കൊടുത്തിട്ട് തിരിച്ച് നെല്ല് കിട്ടുന്ന. സോ ദാറ്റ് മീൻസ് അതിന്റെ വാല്യൂ ആണ് എന്ത്, എൻ്റെ റെന്റ് ഇൻ കൈൻഡ്. സോ ദാറ്റ് മീൻസ് സബ്ലെറ്റ് ചെയ്താലും റെന്റ് കിട്ടിയാൽ that should be means that land is situated in India and used for the purpose of agriculture. That means agriculture purpose-ന് യൂസ് ചെയ്യുന്ന ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെന്റ് റവന്യൂ നമുക്ക് എന്ത് പറയാം. സോ ഓക്കെ, ഇപ്പോൾ ഒരു എനിക്കൊരു അഗ്രികൾച്ചർ ലാൻഡ് അല്ലെങ്കിൽ അവിടെ ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു സർക്കസുകാർ കൊടുത്തു. ദാറ്റ് മീൻസ് ആ പർപ്പസ് എന്തിനല്ല, അഗ്രികൾച്ചർ പർപ്പസിനല്ല എങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, ദെൻ സെക്കൻഡ് സെനാരിയോ, ലാൻഡിൽ നിന്ന് തന്നെ എന്താണ് അഗ്രികൾച്ചർ ഇൻകം. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ റെന്റ് റവന്യൂ ആയിരുന്നു, ആ ലാൻഡിൽ നിന്ന് ഞാൻ ഇൻകം ഉണ്ടാക്കുവാണ്. എങ്ങനെയാണ്, അഗ്രികൾച്ചറിലൂടെ. ഓക്കെ, സോ ഞാൻ അവിടെ അഗ്രികൾച്ചർ ചെയ്തു, അങ്ങനെ ഇൻകം ഉണ്ടാക്കിയാൽ അത് എൻ്റെ അഗ്രികൾച്ചർ ഇൻകമായിട്ട് കണക്കാക്കും. ദെൻ പെർഫോമൻസ് ഓഫ് പ്രോസസ് ഓർഡിനർലി എംപ്ലോയിഡ് ബൈ എ cultivator or receiver of rent in kind render the produce to be fit to the market. Okay, so that means ഇവിടെ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് ഫസ്റ്റ് മാർക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രോസസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കിയാൽ നമുക്ക് എന്തായിട്ട് പറയും, അഗ്രികൾച്ചർ ഇൻകം. സോ നമ്മളത് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ, ഓക്കെ, അഗ്രികൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഓക്കെ, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ദാറ്റ് മീൻസ് നമ്മളൊരു നോർമൽ ഒരു കേസ് എടുത്താൽ നെല്ല്, ഓക്കെ, പാടം അത് കൊയ്ത് നെല്ല് വരെ എന്താണ് ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അത് മെതിച്ച് അരി ആക്കി കഴിഞ്ഞാൽ, റൈസ് ആക്കി കഴിഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ല. അരി വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ല. ദാറ്റ് മീൻസ് നെല്ല് പ്രൈമറി മാർക്കറ്റിലേക്ക് വിൽക്കുന്ന ആ ഒരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ചെയ്യാതെ കൊണ്ടുവരുന്ന ആ ഏരിയ വരെ ഉള്ളതിനെ അവിടെ നിന്ന് വരെ ഉണ്ടാക്കുന്ന ഇൻകം എല്ലാം എന്തായിട്ട് നമുക്ക് പറയാം, അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻ ദ മാർക്കറ്റ്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് നെല്ല് മാർക്കറ്റിൽ വിറ്റാൽ ഇറ്റ് ഈസ് എൻ അഗ്രികൾച്ചറൽ ഇൻകം. ദാറ്റ് മീൻസ് അത് കുത്തി അരി ആയിക്കഴിഞ്ഞാൽ, റൈസ് ആയിക്കഴിഞ്ഞാൽ കണ്ടോ ഡിഫറെന്റ് കാറ്റഗറിയാണ് അരി വരുന്നത്. നമുക്കറിയാം പല രീതിയിലാണ് അരി വരുന്നത്, പല വിലയാണ് അരി വരുന്നത്. ദാറ്റ് മീൻസ് അവിടെ മുതൽ എന്താണ് അതൊരു ബിസിനസ് എലമെന്റ് ആയിട്ട് മാറും. അഗ്രികൾച്ചറൽ എന്ന പർപ്പസിൽ നിന്ന് മാറിയിട്ട് വേറെ ഒരു എലമെന്റ്. ദാറ്റ് മീൻസ് ലാൻഡിൽ നിന്ന് എൻ്റെ ഒരു അഗ്രികൾച്ചർ ലാൻഡിനോട് ഞാനത് റെന്റിന് കൊടുത്തു, ആ റെന്റിന് കൊടുത്തിട്ട് എനിക്ക് കിട്ടുന്ന സംശയം ക്യാഷ് ആകാം, അല്ലെങ്കിൽ ഇൻ കൈൻഡ് എനിക്ക് നെല്ലാണ് തിരിച്ചു കിട്ടുന്നെങ്കിൽ അതെന്താണ് എൻ്റെ അഗ്രികൾച്ചർ ഇൻകമാണ്. ഞാൻ റെന്റിന് കൊടുത്ത ആൾ വേറൊരാൾക്ക് സബ്ലെറ്റ് ചെയ്തു, അയാൾക്ക് കിട്ടുന്ന റെന്റും എന്തായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് റവന്യൂ എന്തായിരിക്കും, അഗ്രികൾച്ചർ ഇൻകം. ഒന്നെങ്കിൽ എൻ്റെ ഓണർഷിപ്പിലുള്ളതിൽ ഞാൻ, രണ്ടാമത്തെ കേസ് എന്താണ് ലാൻഡിൽ നിന്ന് ഇൻകം ജനറേറ്റ്, അഗ്രികൾച്ചറിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രോസസ്സ് ഓർഡിനറി പ്രോസസ് എംപ്ലോയ്. ദാറ്റ് മീൻസ് നെല്ല് അവിടെ ഇപ്പം നെല്ല് നടുന്നാണെങ്കിൽ കിളയ്ക്കുക, അവിടുന്ന് മറിക്കുക, ദെൻ വിത്ത് പാകുക, അവിടുന്ന് വിത്ത് അവ വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്, പ്രൈമറി പർപ്പസ് ആണ്. പ്രൈമറി പ്രോസസ് ഓർഡിനറി എംപ്ലോയിഡ് ആണ്, ഓർഡിനറിലി എംപ്ലോയിഡ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. സോ ദാറ്റ് മീൻസ് അവിടെ നെല്ല് അവിടെ ചെയ്തു, അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. ദെൻ എന്തെങ്കിലും അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ദാറ്റ് മീൻസ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ചെയ്യാതെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന അവിടുന്ന് കിട്ടുന്ന ഇൻകം ദാറ്റ് മീൻസ് എന്തായിട്ട് മാറും, അഗ്രികൾച്ചർ. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ഓഫ് ഇൻകം ആണ്. ഒന്നുകിൽ ലാൻഡിൽ നിന്ന് കിട്ടുന്നത് റെന്റ് റവന്യൂ, ദെൻ ഈ പറയുന്ന മൂന്ന് സെനാരിയോ അഗ്രികൾച്ചറൽ ഇൻകം, ദെൻ കൾട്ടിവേറ്റർ process of ordinary employed by cultivator or receiver of rent in kind to produce with the take for the market. That means മാർക്കറ്റിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് അതിനകത്ത് എന്തൊക്കെ പ്രോസസ്സ് ചെയ്തോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. ദെൻ സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ദാറ്റ് മീൻസ് പക്ക അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ വിറ്റ് കിട്ടുന്ന ഇൻകവും എന്തായിട്ട് കൂട്ടും, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൂട്ടും. ഓക്കെ, സോ ദാറ്റ് മീൻസ് ലാൻഡിൽ നിന്ന് കിട്ടുന്ന രണ്ട് ടൈപ്പ് ഓഫ് നമ്മൾ റെന്റ് റവന്യൂ, ദെൻ ഇൻകം അഗ്രികൾച്ചർ പ്രോസസ്സ് ചെയ്തിട്ട്, ദെൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ വിറ്റ് കിട്ടുന്ന ഇൻകം എല്ലാം എന്താണ്, ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം പക്ക എന്ത് ഇൻകം ആയിട്ട് കൂട്ടും, 2 subsection 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കൂട്ടും. ഇനി ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആകണമെങ്കിൽ 2-3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, നോക്കാം. ഫ്രം റിക്വയർഡ് only if the following conditions are satisfied. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ബിൽഡിംഗ് ഷുഡ് ബി ഇൻ ദ ഇമ്മീഡിയറ്റ് വിസിനിറ്റി ഓഫ് ദ ലാൻഡ്. സോ ദാറ്റ് മീൻസ് ഈ അഗ്രികൾച്ചർ ലാൻഡിന് തൊട്ടടുത്തായിരിക്കും. ഇമ്മീഡിയറ്റ് വിസിനിറ്റി ദാറ്റ് മീൻസ് കണക്റ്റഡ് ടു ദാറ്റ് ലാൻഡ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് അഗ്രികൾച്ചർ ലാൻഡ് ഇവിടെയാണ്, ഒത്തിരി ദൂരെ 5-6 കിലോമീറ്റർ അകലെയാണ് ബിൽഡിംഗ് എങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ്, ദാറ്റ് ബിൽഡിംഗ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ. അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, ഇൻകം derived from any farm building, okay, any building, it should be used to it should be situated in the immediate vicinity. Okay, immediate
വിസിനിറ്റി. ഇമ്മീഡിയറ്റ് വിസിനിറ്റി, ആ അഗ്രികൾച്ചർ ലാൻഡിന് ഇമ്മീഡിയറ്റ് വിസിനിറ്റി ആയിരിക്കാം. ബിൽഡിംഗ് ഷുഡ് ബി ഓക്യുപ്പൈഡ് ബൈ കൾട്ടിവേറ്റർ ഓർ ഇതാരായിരിക്കണം ഓക്യുപ്പൈ ചെയ്യുന്ന കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് എനിക്ക് ഒരു ലാൻഡ് ഉണ്ടായിരുന്നു, അതിനോട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, എൻ്റെ രണ്ടിൻ്റെ ഓണർ ഞാൻ റെന്റ് ഇൻ കൈൻഡ് കിട്ടുന്നതാണ്. ഓക്കെ, സോ ആ ബിൽഡിങ്ങിൽ നിന്നുണ്ടാക്കുന്ന ഇൻകം, ദാറ്റ് മീൻസ് എന്താണ്, നെല്ല് കൊയ്തെടുത്തിട്ട് നെല്ല് സൂക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ബിൽഡിംഗ് ഷുഡ് ബി യൂസ്ഡ് ആസ് dwelling house or store house. Okay, dwelling house or store house. Okay, dwelling house ആട്ടോ സ്റ്റോർ ഹൗസ്. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്, അഗ്രികൾച്ചർ ലാൻഡിനോട് ചേർന്ന് തന്നെ ആയിരിക്കണം എന്തുണ്ടായിരിക്കുന്നത്, ആ ബിൽഡിംഗ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഓക്യുപ്പൈഡ് ബൈ ദ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്. അതൊരു dwelling house should be used for the as a dwelling house or store house. That means ആ പറയുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യും. ഞാൻ ഇവിടെയാണ് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോർമലി ചിലപ്പോൾ സംടൈംസ് മൾട്ടിപ്പിൾ ചോയ്സിലേക്ക് വരാം. 1-2 കാര്യങ്ങളിലൂടെ ഉണ്ട്. ബിൽഡിങ്ങിന്റെ കേസിൽ ഇൻ അഡീഷൻ ടു എബോവ് കണ്ടീഷൻ any of the following two conditions should be satisfied. Land should be assessed to land revenue അല്ലെങ്കിൽ or it should not be situated in an urban area. Urban area നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു, ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഒന്നുകിൽ ലാൻഡ് റവന്യൂ ഓർ അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ അസസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് നോട്ട് ബി സിറ്റുവേറ്റഡ് ഇൻ അർബൻ ഏരിയ. ഓക്കെ, അർബൻ ഏരിയയിലായിരിക്കില്ല, റൂറൽ ഏരിയയിലായിരിക്കും. സോ അതെങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത് നമ്മളത് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ശ്രദ്ധിച്ചോണം, ഒത്തിരി മൾട്ടിപ്പിൾ ചോയ്സസ് വരാവുന്ന ഒരു ഏരിയ ആണ് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ്. അഗ്രികൾച്ചർ 2 subsection 1A അഗ്രികൾച്ചറിന് ഒന്നിൽ ലാൻഡിൽ നിന്ന് കിട്ടണം അല്ലെങ്കിൽ ബിൽഡിംഗിൽ. ലാൻഡിൽ നിന്ന് കിട്ടണമെങ്കിൽ റെന്റ് റവന്യൂ ആകാം, ദെൻ ഇൻകം ഓർഡിനറി പ്രോസസ്സ് പെർഫോം ചെയ്തുള്ള ഇൻകം ആകാം, അഗ്രികൾച്ചറിലൂടെ ആകാം, പ്രോസസ്സ് പെർഫോം ചെയ്യുന്നതിലൂടെ ആകാം, ദെൻ സെയിൽ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ദാറ്റ് മീൻസ് അഗ്രികൾച്ചർ നോർമലി നമുക്ക് നെല്ലൊക്കെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്, റൈസിലേക്ക് മാറുമ്പോഴാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ചേഞ്ച് ചെയ്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ ആ ഒരു സെനാരിയോയിൽ നിന്ന് മാറുന്ന കേസാണത്. സോ എന്താണ് സെയിൽ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഇൻ ദ മാർക്കറ്റിലെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഇവിടെ നേരത്തെ പറഞ്ഞ 2 കേസ്. സോ ഒരു അഗ്രികൾച്ചർ ലാൻഡ് ഞാൻ വർഷങ്ങളായിട്ട് അവിടെ നെല്ല് കൊയ്യുന്നതാണ്, ബട്ട് ഞാൻ സർക്കാർ കൊടുത്താൽ എന്താണ് പർപ്പസ് എന്തല്ല, അഗ്രികൾച്ചർ പർപ്പസ് അല്ല, ദെൻ അത് യൂസ് ഇതാകത്തില്ല. വേറെ 2-3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. പോൾട്രി ഫാം, ഫിഷിങ്, അതൊന്നും എന്താണ് ലാൻഡിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പോൾട്രി ഫാം ഒന്നും എന്താണ് അഗ്രികൾച്ചറൽ ഡെഫിനേഷനിലോട്ട് വരുന്നില്ല. ദെൻ ഉണ്ടോ ഈ 2 കാര്യങ്ങൾ ഇവിടെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അഗ്രികൾച്ചർ 2 subsection 1 എടുത്ത് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്നുകിൽ എന്തിൽ നിന്ന് കിട്ടുന്നത്, ലാൻഡിൽ നിന്ന് കിട്ടുന്ന കുറേ കണ്ടീഷൻസ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്നത് കുറേ കണ്ടീഷൻസ്. ഓക്കെ, സോ ഇത്രയാണ് എന്ത് അഗ്രികൾച്ചറൽ ലാൻഡ്. സോ ബിൽഡിംഗ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് വിസിറ്റ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി ഓക്യുപ്പൈഡ് ബൈ ദ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്. ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ആസ് dwelling house or store house. ഇതിന് 2 കണ്ടീഷൻ എന്തായിരുന്നു, ഒന്നുകിൽ ലാൻഡ് റവന്യൂവിന് അസസ് ചെയ്തിരിക്കണം, അതർവൈസ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഓക്യുപ്പൈഡ് സിറ്റുവേറ്റഡ് ഇൻ ആൻ അർബൻ ഏരിയ. ഇത്രയാണ് ഡെഫിനിഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. 2 subsection 1A. 2 subsection 1A. Then next one. ദെൻ അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ അതായത് ചില കേസിൽ അഗ്രികൾച്ചറൽ ഇൻകം പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ചില കേസിൽ അഗ്രികൾച്ചറൽ ഇൻകം പാർട്ട്ലി നെക്സ്റ്റ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകം, ചില ഇൻകം പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ആയിട്ടും പാർട്ട്ലി ബിസിനസ് ഇൻകം ആയിട്ടും ചിലതിനുള്ള ഇൻകംസ് നമുക്ക് എങ്ങനെ നോക്കാം. സോ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് റൂൾസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Rule 7, Rule 7A, then Rule 7B and Rule 8. Okay, ഒന്ന് ശ്രദ്ധിക്കാം. Rule 7A ഇവിടെ നോക്കാം. Rule 7 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Rule 7A വരാം. Rule 7A പറയുന്നത് ഇൻകം ഫ്രം ഗ്രോവിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ. സോ റബ്ബറിൻ്റെ കേസിലാണ് Rule 7A പറയുന്നത്. റബ്ബറിൽ നിന്ന് നമുക്ക് ഇൻകം മാനുഫാക്ചറിങ് ആൻഡ് ഗ്രോവിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ. ദാറ്റ് മീൻസ് അതിനകത്ത് 65% അഗ്രികൾച്ചറൽ ഇൻകം ആണ്, 35% ബിസിനസ് ഇൻകം ആയിരിക്കും എടുക്കുന്നത്. 65% അഗ്രികൾച്ചറൽ ഇൻകം, 35% ബിസിനസ് ഇൻകം. ദെൻ റൂൾ 7B പ്രകാരം മാനുഫാക്ചറിങ് ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്വേഡ്, അതിനകത്ത് 75% അഗ്രികൾച്ചറൽ ഇൻകം, 25% ബിസിനസ് ഇൻകം ആയിട്ടാണ്. ദെൻ നെക്സ്റ്റ് സെനാരിയോ കോഫി ഗ്രോൺ ക്വേഡ് ആൻഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ട്.
അതെന്തായിരുന്നു? ഗ്രോൺ ക്വേഡ്. ദാറ്റ് മീൻസ് ഇവിടെ ഗ്രോൺ ക്വേഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ്. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? അഗ്രികൾച്ചർ ഇൻകം കുറയും, ബിസിനസ് എലമെന്റ് കൂടും. 60% അഗ്രികൾച്ചർ ഇൻകം, 40% ബിസിനസ് ഇൻകം. ദെൻ റൂൾ 8, ഇൻകം ഫ്രം ഗ്രോയിങ് ഓർ മാനുഫാക്ചറിങ് ഓഫ് ടീ. നമ്മളെപ്പോഴും ഇതിനകത്ത് ചോദിക്കുന്ന ഒരു സെനാരിയോ 7B ആണ്. കോഫി ഗ്രോൺ ക്വേഡ് ആൻഡ് റോസ്റ്റഡ്, കോഫി ഗ്രോൺ ക്വേഡ് റോസ്റ്റഡ്, കോഫി ഗ്രോൺ ആൻഡ് ക്വേഡ് ഒരു സെനാരിയോ 7Bയിൽ, കോഫി ഗ്രോൺ ക്വേഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് വേറൊരു സെനാരിയോ. ദാറ്റ് മീൻസ് റബ്ബർ ആണെങ്കിൽ 65% ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് 65% അഗ്രികൾച്ചറൽ ഇൻകം, 35% ബിസിനസ്. നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന കുറച്ചുകൂടി ക്ലിയർ ആവും. ദെൻ കോഫി ഗ്രോൺ ആൻഡ് ക്വേഡ്, then 75% agricultural income, 25% business income. Coffee ground, cured and roasted and grounded, 60% agricultural income, 40% business income. Last case tea ആണെങ്കിൽ 60% agricultural income, 40% business income. Okay, then ഇനിയത്തെ റൂൾ 7 ഒന്ന് ശ്രദ്ധിക്കാം. അത് ഇത് പറയാൻ കാര്യം ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് എനി പ്രോഡക്റ്റ്, ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് എനി പ്രോഡക്റ്റ് അതർ ദാൻ. ടീ ആണെങ്കിൽ 8 വരും, റബ്ബർ ആണെങ്കിൽ 7A, കോഫി ആണെങ്കിൽ 7B. ഓക്കെ, where income is partly agricultural income and partly income chargeable tax under the head profit and gains of business or profession. Okay, so that means PGBP ലാണ് വരുന്നത്. partly agricultural income, partly PGBP ആയിട്ട് വരും. The market value, very very important, the market value of any agricultural produce which has been raised by assessee or receiver of rent in kind and which has been utilized as raw material in such business or sale, receipt of which are included in the accounts of business shall be deducted. Okay, so that means a market value of agricultural produce വരെ എന്താണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അതിനുശേഷം വരുന്നതെല്ലാം ബിസിനസ്. അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വരെ ഉള്ളത് നമുക്ക് എന്താണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ വരെ നമുക്ക് എന്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാം? ബിസിനസ് ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, നോ ഫർദർ ഡിഡക്ഷൻ made in respect of any expenditure incurred by assessee as a cultivator or receiver of rent in kind. That means, so business income compute ചെയ്യുമ്പോഴത്തേക്കും agricultural produce, okay, agricultural produceന്റെ മാർക്കറ്റ് വാല്യൂ, okay, മാർക്കറ്റ് വാല്യൂ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ട് ചെയ്യാം. ഓക്കെ, വേറെ ഒന്നും ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. റിമൈനിങ് നമുക്ക് എന്തായിട്ട് തന്നെ വരും? ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ കണക്കാക്കും. ദാറ്റ് മീൻസ് ഇവിടെ ഈ പറയുന്ന അഗ്രിഗേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. റൂൾ 7ൽ, അതായത് ടീ, കോഫി, റബ്ബർ അല്ലാത്ത കേസസ് ആണെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ മാർക്കറ്റ് വാല്യൂ വരെ എന്താണ് അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ഇതിനകത്ത് വരും. ദെൻ റിമൈനിങ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ PGBP. ഓക്കെ, സോ അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. റൂൾ 7, റൂൾ 7A, 7B. റൂൾ 7A റബ്ബർ 65-35, റൂൾ 7B കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ് 75-25, ഗ്രോൺ ക്യൂർഡ് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് 60-40, ദെൻ ടീ 60-40. ഓക്കെ, സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, സോ അഗ്രികൾച്ചറൽ ഇൻകത്തിനെ നമ്മളിപ്പം എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? അഗ്രികൾച്ചറൽ ഇൻകം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ബിക്കോസ് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം എന്ന് അറിയണം. അഗ്രികൾച്ചർ ഇൻകം 2 ടൈപ്പ് ഓഫ് മാത്രമേ വരത്തുള്ളൂ. ഒന്നുകിൽ ലാൻഡിൽ നിന്ന് കിട്ടണം, സർട്ടൻ കണ്ടീഷൻ ഷുഡ് ബി സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടണം, സർട്ടൻ കണ്ടീഷൻ. വേറെ ഒന്നും എന്താണ് അഗ്രികൾച്ചറൽ ഡെഫിനിഷൻ വരത്തില്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ 1A വരുന്ന അഗ്രികൾച്ചർ ഡെഫിനിഷൻ വരുന്നത് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ. നമ്മൾ അതിനുശേഷം സെക്ഷൻ 7 സെക്ഷൻ അല്ല, റൂളാണത്. നമ്മൾ അതിനുശേഷം എന്ത് ഡിസ്കസ് ചെയ്തു? റൂൾ 7, റൂൾ 7A, then 7B, 8 ഡിസ്കസ് ചെയ്തു. ദെൻ ഈ റൂൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 1A പറയുന്ന അഗ്രികൾച്ചർ ഇൻകം എന്നാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം ഫുള്ളി എക്സെപ്റ്റ്. Agricultural income is not included in the total income of assessee. Okay, so normal scenario agricultural income എന്താണ് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, ഫുള്ളി എക്സെപ്റ്റഡ്. However, agricultural income to be aggregated with non-agricultural. So sometimes നമ്മുടെ ഇൻകം ടാക്സ് പർപ്പസ്, ടാക്സബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ വേറൊരു സെനാരിയോയിലോട്ട് വരും. ഏതാണ് പറയുന്നത്? ഇൻകം ഡിറ്റർമൈൻ വിച്ച് നോൺ അഗ്രികൾച്ചർ ഇൻകം വുഡ് ബി സബ്ജക്ട് ടു ടാക്സ് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വലിന്. നോർമലി സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഫുള്ളി എക്സംപ്റ്റഡ് ഇൻകം ആണ് എന്ത്? അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ,
agri income. Agri income is fully exempted. Agri income fully exempted under section 10 subsection 1. Then there is a scenario. That means individual HUF, AOP, BOI and AJP. Okay. Artificial juridical person. Okay. അവർക്ക് നമുക്ക് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും ഒരു അഗ്രിഗേഷൻ വരും. അതാണ് ചെയ്യുന്നത്. ആ അഗ്രിഗേഷൻ വരുന്നത് ടാക്സ് റേറ്റ് അഗ്രിഗേഷൻ വരുന്നത് എപ്പോഴൊക്കെയാണ്? അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ്. സോ അഗ്രി ഇൻകം എന്ത് ചെയ്യണം? അഗ്രി ഇൻകം ഗ്രേറ്റർ ദാൻ 5,000. 5,000 കൂടുതലായിരിക്കണം അഗ്രികൾച്ചർ ഇൻകം. നോൺ അഗ്രികൾച്ചറൽ ഇൻകം, നോൺ അഗ്രി ഇൻകം എക്സീഡ് ബേസിക് എക്സംഷൻ. ഓക്കെ, ഒരു ഫിഗർ അല്ല പറയുന്നത്, ബേസിക് എക്സംഷൻ. നമ്മൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? നോർമൽ സെനാരിയോ 2,50,000. റെസിഡന്റ് ഇൻഡിവിജ്വൽ ഹാവിംഗ് ഏജ് ഓഫ് 60 years or more up to 79, then ഇവിടെ വരും 3 lakh. Then resident individuals having age of 80 years or more during the previous year. That means in that scenario basic exemption limit എത്രയായിരിക്കും ഫണ്ടോ? സോ ഇവിടെ ചിലരുടെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഇവിടെ 2,50,000 അഗ്രികൾച്ചറൽ ഇൻകം അഗ്രിഗേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ആദ്യം നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് 5,000, ദെൻ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് 5,000, നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് 2,50,000 എന്ന് പറഞ്ഞിട്ടില്ല. നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് ബേസിക് എക്സംഷൻ. ദാറ്റ് മീൻസ് ഓരോ സെനാരിയോയിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് പല രീതിയിൽ 2,50,000 ആകാം, 3 lakh ആകാം, 5 lakh ആകാം. ഓക്കെ, സോ ഇവിടെ അഗ്രിഗേറ്റ് ആ ഒരു കമ്പ്യൂട്ടേഷൻ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടു ബി ഫോളോഡ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ്. സോ ഇത് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി മാത്രമാണ്. ആർക്കൊക്കെയാണ്? ഇൻഡിവിജ്വൽസിന്, HUF-ന്, AOP, BOI ആൻഡ് AJPക്ക് മാത്രമാണ്. ദെൻ എന്തായിരിക്കണം? അഗ്രികൾച്ചറൽ ഇൻകം 5,000 കൂടുതലായിരിക്കണം. നോൺ അഗ്രികൾച്ചറൽ ഇൻകം ബേസിക് എക്സംഷൻ ലിമിറ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സെനാരി നോക്കാം. ടാക്സ് ഓൺ നോൺ അഗ്രികൾച്ചറൽ ഇൻകം plus agricultural income. Okay, then tax on agricultural income plus basic exemption limit. That means ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ മൊത്തം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് കണ്ടുപിടിക്കും. ഓക്കെ, അഗ്രി ഇൻകം നോൺ അഗ്രി. ഇവിടെ എന്താണ്? ബേസിക് എക്സംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം. ബേസിക് എക്സംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് അതിന്റെ പുറത്ത് ടാക്സ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് എൻറ്റയർ ഇതിന്റെ കണ്ടുപിടിക്കുന്നു. ദെൻ ബേസിക് എക്സംഷൻ ബിൽ, ദെൻ ടാക്സ് പേയബിൾ വേഴ്സസ് സ്റ്റെപ്പ് 1 മൈനസ് സ്റ്റെപ്പ് 2. ദെൻ അതിനകത്ത് എന്താണ് 87 റീബേറ്റ് കിട്ടുന്ന ആർക്കാണ്? റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ഹാവിംഗ് ടോട്ടൽ ഇൻകം അപ് ടു 5 lakh. ഓക്കെ, സോ 87 അല്ലെങ്കിൽ എന്ത് വരും? സർചാർജ്. ഓക്കെ, സർചാർജ് അപ്പോൾ ടോട്ടൽ ഇൻകം 50 lakh അതിന് മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർചാർജ് ആ ഒരു സെനാരിയോ. ദെൻ ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് 4%. Okay. Then in case of total income excluding long term capital gain and short term capital gain under section 111 ഒക്കെ നമ്മൾ capital gain chapter ജസ്റ്റ് പറയുന്നുള്ളൂ. നമ്മൾ അവിടെ പറയുമ്പോഴത്തേക്ക് ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. Casual income does not exceed in case of total income excluding long term capital gain, short term capital gain under section 111 and casual income. Casual income is winnings from lottery and നമ്മളെല്ലാം അതർ IFOs നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നോട്ട് എക്സീഡിങ് ബേസിക് എക്സംഷൻ ഉണ്ട്. അതൊഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ബേസിക് എക്സംഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ ബേസിക് എന്താണ്? പാർഷ്യൽ ഇന്റഗ്രേഷൻ. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ടാക്സ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? 2 subsection 1A വരുന്ന അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 subsection. ബട്ട് ഇൻഡിവിജ്വലിനും HUF-നും AOP-നും BOI-ക്കും AJPക്കും എന്താണ്? ഒരു അഗ്രിഗേഷൻ, ഒരു പാർഷ്യൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ടാക്സബിലിറ്റി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എന്താണ്? ഇങ്ങനെ എൻ്റെ കയ്യിലുള്ള നോൺ അഗ്രികൾച്ചറൽ ഇൻകം അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് ടാക്സ് കണ്ടുപിടിക്കുന്നു. ബേസിക് എക്സംഷൻ ലിമിറ്റ് പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം അതിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. ദെൻ ആ ഡിഫറൻസിന്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുന്നു? സർചാർജ് അല്ലെങ്കിൽ 87 അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്ത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ശ്രദ്ധിച്ചോണം. ഇൻഡിവിജ്വലിനും നോർമലി എന്താണ് 10 subsection 1 പ്രകാരം അഗ്രികൾച്ചർ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ്. ഈ പറയുന്ന അസസീസിന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാറ്റഗറി agriculture income exceeds 5,000 and non-agricultural income exceeds basic exemption limit, then ഈ പറയുന്ന പാർഷ്യൽ ഇന്റഗ്രേഷൻ പർപ്പസ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം. 2 subsection 1A ഡെഫിനിഷൻ. ലാൻഡിൽ നിന്നുള്ളത് ബിൽഡിംഗ് എന്നുള്ളത് വേറെ ഒന്നും എന്തിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം പോൾട്രി ഫാം അത് ലാൻഡിൽ നിന്നല്ല കിട്ടുന്നത്. ദെൻ അനിമൽ ഹസ്ബൻഡറി ഒന്നും എന്തിനണ്ടറിൽ വരത്തില്ല?
ദെൻ ലാൻഡിൽ നിന്ന് കിട്ടുന്നത് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ. ദാറ്റ് മീൻസ് എൻ്റെ അഗ്രികൾച്ചർ ലാൻഡ്, ഞാൻ പണ്ടൊക്കെ അഗ്രികൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന ലാൻഡ് സർക്കസുകാർ കൊടുത്തു, അവരതിൽ നിന്ന് എനിക്ക് റെന്റ് കിട്ടിയാൽ ഇറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ്, ഇറ്റ് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് an agricultural income because land should be used for the purpose of agriculture. Okay, that means exempt ചെയ്യണം, അഗ്രികൾച്ചർ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എക്സംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 സബ്സെക്ഷൻ 1. ലാൻഡിൽ നിന്നും ബിൽഡിംഗ് ആണെങ്കിൽ എന്തായിരിക്കണം, ബിൽഡിംഗ് ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷനാണ് നമ്മൾ പഠിച്ചത്, ഇമ്മീഡിയറ്റ് വിസിനിറ്റി ആയിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഓക്യുപ്പൈഡ് ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ് ആൻഡ് ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ആസ് ഡ്വെല്ലിംഗ് ഹൗസ് ഓർ സ്റ്റോർ ഹൗസ്. ഓക്കെ, ദെൻ 2 സെനാരിയോ കൂടെ എന്താണ് വരുന്നത്, ലാൻഡ് റവന്യൂ അസസ് ആയിരിക്കണം, അതർവൈസ് അത് പെടാതിരിക്കരുത് അർബൻ ഏരിയയിൽ, ഇറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ അർബൻ ഏരിയ, ബിൽഡിങ്ങിന്റെ കേസിലാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ് ഈസ് എൻ ഇൻകം. 2 സബ്സെക്ഷൻ 1 പ്രകാരം എന്തിന് അണ്ടർ വരും അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ഡെഫിനിഷൻ അണ്ടർ വരും. ദെൻ റൂൾസ് ഏതൊക്കെയായിരുന്നു, റൂൾ 7, റൂൾ 7A, 7B ആൻഡ് 8. ഓക്കെ, ദെൻ 10 സബ്സെക്ഷൻ 1 അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റ് ചെയ്യുന്നത്, അതിനകത്തൊരു പാർട്ട്ലി ഇന്റഗ്രേഷൻ. നമുക്ക് അഗ്രികൾച്ചർ ഇൻകമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Mr. X grows sugarcane. That means sugarcane ഗ്രോ ചെയ്യാം. 7A ആണെങ്കിൽ റബ്ബർ, റൂൾ 7B കോഫി, 8 ടീ. ദാറ്റ് മീൻസ് റൂൾ 7 ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്, റൂൾ 7 ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത്. ഒന്ന് നോക്കിയ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം, ദെൻ നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. Question ഒന്ന് വായിക്കാം. Mr. X grows sugar cane and uses the same for the purpose of manufacturing sugar. Okay, so sugar cane sugar ആയി കഴിഞ്ഞാൽ എന്തായി, അതിനകത്ത് ബിസിനസ് എലമെന്റ് വന്നു. അതിൻ്റെ ഷുഗർ വിൽക്കുക എന്ന് പറയുന്നത് എന്തെല്ലാം അഗ്രികൾച്ചർ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്. സോ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്തു, അത് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടം വരെ എന്താണ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്. അത് ഷുഗർ ആക്കി കഴിഞ്ഞാൽ എന്ത് മാറി, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറി. Okay, for the purpose of manufacturing sugar in his factory, 30% of sugarcane produce is sold for rupees 10 lakh. Is sold for rupees agricultural income കുറച്ച് questions. First question, Mr. X grows sugarcane and use the same for the purpose of manufacturing sugar in his factory. Okay, sugarcane വരെ നമുക്ക് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം. ഷുഗർ എന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ല, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് മാറി. നമുക്ക് അതിനകത്ത് എന്ത് പറയും, ബിസിനസ് ഇൻകം എന്ന് പറയാം. 30% of sugarcane produced is sold for rupees 10 lakh and the cost of cultivation of such sugarcane is rupees 5 lakh. The cost of cultivation of the balance sugarcane 70% is 14 lakh and the market value of the same is 22 lakhs. Okay, after incurring 1.5 lakhs in the manufacturing process on the balance sugarcane, the sugar was sold for rupees 25 lakhs. Okay, നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം. സോ പ്രോബ്ലം 1, ബിസിനസ് ഇൻകം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് എന്താണുള്ളത്, ഷുഗർ കെയിൻ. ഓക്കെ, അതിനകത്ത് 30% നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിലൂടെ ചെയ്ത ഷുഗർ കെയിനകത്ത് 30% എന്താണ്, സോൾഡ് ഫോർ rupees 10 lakh. ഓക്കെ, so and the cultivation cost of cultivation for the same is 5 lakhs. Okay, that means 30% ഇതിനകത്ത് എന്താണ്, ആ ഷുഗർ കെയിൻ അല്ലേ, നമ്മൾ അഗ്രികൾച്ചറിലൂടെ ഉണ്ടാക്കിയെടുത്ത ഷുഗർ കെയിൻ എന്ത് ചെയ്തു, 10 ലക്ഷത്തിന് വിറ്റു. അതിനകത്തുള്ള കൾട്ടിവേഷൻ എക്സ്പെൻസ് എത്രയായിരുന്നു. സോ ഇത് ഫുൾ എന്താണ്, അഗ്രി ഇൻകം ആണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ് അത് വിറ്റിരിക്കുന്നത്, 10 lakh. എത്രയാണ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ, 5 lakhs. സോ റിമൈനിങ് 5 lakhs will be agricultural income. Then 70%, then remaining 70%. Okay, so ഇത് ഈ 70% എന്താക്കി മാറ്റി,
ഷുഗർ ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് സെയിൽ നടത്തി. ഓക്കെ, സോ ഇതിനകത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് 2 ഇൻകവും വരും. അഗ്രികൾച്ചറൽ ഇൻകവും അട്രാക്ട് ചെയ്യും, ബിസിനസ് ഇൻകവും അട്രാക്ട് ചെയ്യും. അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് ബിസിനസ് ഇൻകം. ഓക്കെ, സോ ഷുഗർ ആക്കുമ്പോഴത്തേക്കും അഗ്രികൾച്ചറൽ ഇൻകം അട്രാക്ട് ചെയ്യും, ബിസിനസ് ഇൻകം അട്രാക്ട് ചെയ്യും. ഷുഗറിനകത്ത് അഗ്രികൾച്ചറൽ ഇൻകം വരും, ബിസിനസ് ഇൻകം വരും. ഓക്കെ, അഗ്രികൾച്ചറൽ ഇൻകം. സോ ദാറ്റ് മീൻസ് ഈ പറഞ്ഞ 70% അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നു? മാർക്കറ്റ് വാല്യൂ 22 lakhs. ദെൻ ഇതിൽ നിന്ന് ഈ അഗ്രികൾച്ചർ, ദാറ്റ് മീൻസ് ഇത് ഷുഗർ കെയിൻ ആക്കുന്ന ഷുഗർ കെയിൻ ആക്കിയിട്ട് അതിൽ നിന്നാണ് ഈ 70%ലാണ് അഡീഷണൽ പ്രോസസ് ചെയ്ത് എന്താക്കി മാറ്റുന്നത്? ഷുഗർ ആക്കി മാറ്റുന്നത്. ഓക്കെ, സോ ഈ 70% അഗ്രികൾച്ചർ ഇൻകം എത്രയാണ്? അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 22 lakhs. അതിൻ്റെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എത്രയാണ്? കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ വിൽ ബി 14 lakhs. ദാറ്റ് മീൻസ് ഈ 8 lakh എന്തായിരിക്കും? ബിസിനസ് ഇൻകം അല്ല, അഗ്രി ഇൻകം ആയിരിക്കും, അഗ്രികൾച്ചറൽ ഇൻകം. ഇനി ബിസിനസ് ഇൻകം കണ്ടുപിടിക്കാനായിട്ട് ഷുഗർ എത്രയാണ് വിട്ടിരിക്കുന്നത്? സെയിൽ പ്രൊസീഡ്സ് എത്രയാണ്? 25 lakhs. സോ ഇതിൽ നിന്ന് നമ്മൾ റൂൾ 7 പറഞ്ഞ് എന്തുമാത്രം ലെസ് ചെയ്യാം? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് വാല്യൂ ലെസ് ചെയ്യാം 22 lakhs. മാർക്കറ്റ് വാല്യൂ 22 lakhs. അതിനുശേഷം എന്ത് സംഭവിച്ചിരിക്കുന്നുണ്ട്? ഈ ഷുഗർ കെയിൻ ആക്കിയതിനു ശേഷം നമ്മുടെ ഷുഗർ ആക്കി വിൽക്കാനായിട്ട് എന്താണ് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്പെൻഡിച്ചർ? മാനുഫാക്ചറിങ് എക്സ്പെൻസ്. ഓക്കെ, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എത്ര വന്നിരിക്കുന്നു? ഒരു 1.5 lakhs. ഓക്കെ, സോ 3 lakh മൈനസ് 1.5 lakh 1.5 lakh. ഇതെന്താണ്? ബിസിനസ് ഇൻകം. ഉണ്ടോ? 25 ലക്ഷത്തിന് എന്ത് വിറ്റു? 25 ലക്ഷത്തിന് എന്ത് വിറ്റു? ഷുഗർ വിറ്റു. ബട്ട് അതിനകത്ത് എന്താണ്? 22 ലക്ഷം വരെ മാർക്കറ്റ് വാല്യൂ ആണ്. ആ 22 ലക്ഷം കിട്ടാനായിട്ട് നമ്മൾ എന്താ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ എത്രയായിരുന്നു? 14 lakh. ദാറ്റ് മീൻസ് എന്തോ ഈ 5 lakhs 30% വരുന്ന ഈ 5 lakh, ഈ 70 വരുന്ന ബിസിനസ് അഗ്രികൾച്ചർ ഇൻകം 8 lakh കണ്ടുകൂടാക്കിയിട്ട് 13 lakhs. 13 lakhs എന്താണ്? അഗ്രികൾച്ചർ ഇൻകം ആണ്. റിമൈനിങ് 1.5 lakhs ബിസിനസ് ഇൻകം. ഓക്കെ, സോ നമുക്ക് ഇത് ഞാൻ പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം ഓൾസോ ആൻസർ ഫോർ ദ അസസ്മെന്റ് ഇയർ. Computation of business income and agri income also and so assessment year 2021. ശേഷം particulars amount in rupees and കോൾ എടുക്കുക. ഓക്കെ, ഫസ്റ്റ് അഗ്രികൾച്ചറൽ ഇൻകം അഗ്രി ഇൻകം കണ്ടുപിടിക്കുക. അത് വേണമെങ്കിൽ 30%. എപ്പോഴും അവിടെ എന്താണ് സെയിൽ മാർക്കറ്റ് സെയിൽ പ്രൈസ് എത്രയായിരുന്നു? സെയിൽ പ്രൊസീഡ്സ് 10 lakh. ദെൻ ലെസ് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ 5 lakhs. എത്ര വരും? 5 lakhs. ദെൻ ആ 70% നിന്ന് വരുമ്പോഴത്തേക്കും മാർക്കറ്റ് വാല്യൂ 22 lakhs. ദെൻ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ഒക്കെ ഫുള്ളായിട്ട് ഇടുന്ന CC നമ്മൾ എഴുതരുത്. അപ്പോൾ എത്രയെന്ന് വരുന്നത്? 14 lakhs. 8 lakhs. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്രയാണ്? 13 lakhs അഗ്രികൾച്ചറൽ ഇൻകം. 13 lakhs അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കാണിക്കാം. അഗ്രി ഇൻകം 13 lakhs, agricultural income 13 lakhs. Then business income level second head ആയിട്ട് കാണിക്കാം. ആ 70% അതിനകത്ത് വരുന്ന ബിസിനസ് ഇൻകം എത്ര വരും? സെയിൽ പ്രൊസീഡ്സ് എത്രയായിരുന്നു? 25 lakhs. ഇതിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് വാല്യൂ ആണ് റൂൾ 7 പ്രകാരം കൊടുത്തോണം മാർക്കറ്റ് വാല്യൂ കുറയ്ക്കാം. ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ആയിട്ടുള്ള 1.5 lakhs കുറയ്ക്കാം. less manufacturing expense 1.5 lakhs. That means 1.5 lakhs business income. Okay, so already നമുക്ക് എന്നിട്ട് ടാക്സബിൾ ഇൻകം എത്രയായിരിക്കും? ടാക്സബിൾ ഇൻകം 13 + 1.5 14.5 ആണോ? അല്ല, 13 ലക്ഷം എന്താണ്? സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. therefore business income taxable income എത്ര വരും? 1.5 lakhs. because
10 സബ്സെക്ഷൻ 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഇവിടെ ഇൻഡിവിജ്വൽ ആണ്, നമുക്ക് ഇവിടെ എന്താണ് ടാക്സ് ചോദിച്ചിട്ടില്ല. കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം ആണ് ചോദിക്കുക. ടാക്സബിൾ ഇൻകം കൂടെ സംടൈംസ് ടാക്സബിൾ ഇൻകം ചെയ്യാം. ഈ ഒരു കേസ് സെനാരിയോയിൽ നമുക്ക് ടാക്സ് ഇൻകം ടാക്സ് എത്രയാണ് ചോദിച്ചിട്ടില്ല, ടാക്സബിൾ ടാക്സ് ലയബിലിറ്റി ചോദിച്ചിട്ടില്ല. സോ കൊണ്ട് എത്ര വരും, ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ഇൻകം എത്ര വരും, 1.5 lakh. അഗ്രികൾച്ചറൽ ഇൻകം 13 lakhs. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൂൾ 7 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Mr. A manufactures latex rubber. Okay. So latex from the rubber plants growing by him in India. Then these are sold in the market for rupees 30 lakhs. The cost of growing a rubber plant is 10 lakh. Manufacturing latex is 8 lakhs. Compute his total income. Okay. നമുക്ക് നോക്കാം. ടോട്ടൽ ഇൻകം ആണ് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം മീൻസ് എന്താണ്, ടാക്സബിൾ ഇൻകം. അതിൻ്റെ പുറത്ത് നേരെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, ജസ്റ്റ് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നു കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാറ്റക്സ് മീൻസ് റബ്ബർ. റബ്ബറിൻ്റെ സെനാരി ആണെങ്കിൽ നമുക്ക് റൂൾ ഏതൊക്കെയാണ്, റൂൾ 7A. റൂൾ 7A പ്രകാരം എത്രയാണ്, അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണ്, അഗ്രി ഇൻകം 65%, ബിസിനസ് ഇൻകം എത്രയായിരിക്കും, ഇൻകത്തിൻ്റെ 35%. ഓക്കെ, സോ പ്രോഫിറ്റ് ഓൺ സെയിൽ അല്ലെങ്കിൽ നമുക്ക് ഇൻകം കണ്ടുപിടിക്കുകയാണ്, ഇൻകം ഓൺ സെയിൽ ഓഫ് ലാറ്റക്സ്. സോ സെയിൽ വാല്യൂ എത്രയാണ്, സെയിൽ വാല്യൂ പർട്ടിക്കുലേഴ്സ് എപ്പോഴും ഇങ്ങനെ ഒരു ഫോമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. എമൗണ്ട് ഇൻ റുപ്പീസ്, ലാക്കിലാണെങ്കിൽ അങ്ങനെ. സെയിൽ വാല്യൂ എത്രയായിരുന്നു, 30 lakhs അല്ലേ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻകം ആണ് കണ്ടുപിടിക്കുന്നത്. ലെസ് ദ കോസ്റ്റ് ഓഫ് ഗ്രോയിങ്. കോസ്റ്റ് ഓഫ് ഗ്രോയിങ് എത്രയായിരുന്നു, റബ്ബർ പ്ലാന്റ്സ് ഈസ് 30 lakhs. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യാം, ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ലാറ്റക്സ്. ലാറ്റക്സ് മാനുഫാക്ചറിങ് എത്ര ലക്ഷം ഉണ്ടായിരുന്നു, 8 lakhs. ദാറ്റ് മീൻസ് ഇതാണ് എന്ത്, ഇൻകം. ഇൻകം ഫ്രം ലാറ്റക്സ്, സെയിൽ ഓഫ് ലാറ്റക്സ് എത്ര വരുന്നുണ്ട്, 12 lakhs. റൂൾ 7A പ്രകാരം, നേരത്തെ പറഞ്ഞ പോലെ റൂൾ 7A പ്രകാരം ഇതിൻ്റെ 65% എന്തായിട്ട് പോകും, റൂൾ 7A പ്രകാരം അതിൻ്റെ 65% എന്തായിട്ട് മാറും, അഗ്രികൾച്ചറൽ ഇൻകം. സോ അഗ്രി ഇൻകം എത്രയാണ്, 12 lakhs ഇൻറ്റു 65% കാൽക്കുലേറ്ററിൽ കമ്പ്യൂട്ട് ചെയ്യാം, കിട്ടും 7.8 lakhs. ദെൻ ബിസിനസ് ഇൻകം 12 lakh ഇൻറ്റു 35% എത്ര വരും, 4.2 lakhs. 4.2 lakhs. So total income, business agricultural income 7.8 lakhs. 7.8 lakhs. Okay, ഇത് എത്രയാണ്, സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം ഫുള്ളി എക്സംപ്റ്റ് ആണ്. സോ ടാക്സബിൾ ഇൻകം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4.2 lakhs. 4.2 lakhs. 4,20,000. ഓക്കെ, സോ ഇത്രയാണ് ഒരു പ്രോബ്ലം. നമ്മൾ ഏത് റൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ, റൂൾ 7A. ദെൻ നെക്സ്റ്റ് വൺ. Mr. X, a resident, has provided the following particulars of income. Okay, so very important question. Okay. Following particulars income. Compute his tax liability. Tax liability വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനകത്തോട്ട് വരേണ്ടി, പാർട്ട്ലി ഇൻ്റഗ്രേഷൻ വേണ്ടി വരുമോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടി വരും. സോ ഇവിടെ മിസ്റ്റർ എക്സ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ. ദെയർഫോർ എന്താണ്, എന്തൊക്കെ കണ്ടീഷൻ, അഗ്രികൾച്ചറൽ ഇൻകം exceeds 5,000 plus non-agricultural income exceeds basic exemption limit. Okay, so രണ്ട് സെനാരിയോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 45 വയസ്സുള്ള കേസിൽ എത്രയാണ് ബേസിക് എക്സംഷൻ, 2,50,000. 70 years ആണെങ്കിൽ എത്ര വരും, 3 lakh വരും. സോ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ്.
particulars amount in rupees. Income from salary. Computed and then salary. House property also computed and discussing things. That means computer 2 lakhs 80,000. Then house property 2 lakhs 50,000. Then agricultural in land from Jaipur. So that means India land in agricultural income agricultural income 4,80,000. Then expenses incurred for earning such agricultural income 1 lakh. So agri income agri income net agri income net agri income 4 lakhs 80 because partly integration less expenses 1,70,000 3 lakhs 10,000. So under section 10 subsection 1 over 3,10,000 to exempt. That means exempted means so total income total income will be 5,30,000. Total income will be 5 lakhs. No. So agricultural income is 3 lakh. That means it exceeds 5,000. Total income 5,30,000. 45 years basic exemption limit exceed basic exemption limit exceed okay. Okay. Tax liability compute and scenario will compute 45 years. Computation of tax liability. Tax liability compute first case 45 years. First step step 1 agricultural income plus non-agricultural income. Okay, non-agricultural income 5,30,000 plus agricultural income 3,10,000. Total 8,40,000. Okay. So this is tax and tax on 8,40,000. Okay, now 2,50,000 2,50,000 to 5 lakh 5%. That means 12,500. Then plus 5 lakh to 8.4. That means 3,40,000 20%. 3,40,000 20%. So 68,000 and add 80,500. Then step 2 basic exemption limit 2,50,000 plus agricultural income 3,10,000 5,60,000. ഇതിന്റെ പുറത്ത് ടാക്സ് കണ്ടുപിടിക്കണം. 5,60,000 ടാക്സ് equal to 5,60,000 tax up to 2,50,000 nil 2,50,000 to 5 lakh 5% 12,500 plus 60,000 in the 20%. 12,000. Adding method 24,500. Okay. So നമ്മുടെ സ്റ്റെപ്പ് 3 tax liability step 1 minus 80,500 minus 24,200. 24,200. റേറ്റും കുറയ്ക്കുമ്പോഴത്തേക്കും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 24,200 അല്ല 24,500 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 56,000. നമുക്ക് ഇവിടെ 87 ആപ്ലിക്കബിൾ അല്ല ബിക്കോസ് 5,30,000. സോ 5 lakh വന്നിട്ടുള്ളതുകൊണ്ട് എന്തും വരത്തില്ല, സർചാർജും വരത്തില്ല. സോ ഈ കിട്ടിയ 56,000 എന്തുകൂടെ ആഡ് ചെയ്യണം? @4% സെസ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരും. 4% സെസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 4% സെസ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 58,240. കാൽക്കുലേറ്റർ എപ്പോഴും അടുത്ത് വെച്ചിരിക്കണം. കാൽക്കുലേറ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. 58,240 will be the answer. Okay. Then next scenario 70 years ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 70 years ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 70 years ആണെങ്കിൽ
സ്റ്റെപ്പ് 1 എന്ത് തന്നെ വരും? ടോട്ടൽ ഇൻകം എത്രയാണ്? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ 8,40,000 അല്ലെ, 5,30,000 പ്ലസ് അതിൻ്റെ പുറത്ത് 70 ഇയേഴ്സ് ആകുമ്പോൾ ടാക്സ് എന്താണ്? 70 ഇയേഴ്സ് ആകുമ്പോൾ അപ് ടു 3 lakh നില്ലാണ് അല്ലേ. സോ ദാറ്റ് മീൻസ് 3 lakh to 5 lakh 5% വരും 10,000 പ്ലസ് റിമൈനിങ്ങിൻ്റെ 20% വരും 68,000 തന്നെ ഈക്വൽ ടു വരും 78,000. സ്റ്റെപ്പ് 1 നിന്ന് 78,000 കിട്ടും. സ്റ്റെപ്പ് 2 ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 lakhs പ്ലസ് അഗ്രികൾച്ചറൽ ഇൻകം 3 lakhs 10,000 വരും 6,10,000. അതിൻ്റെ പുറത്ത് ടാക്സ് 3 lakh വരുന്നില്ല. 3 lakh to 5 lakh 5% 10,000. ദെൻ 1,10,000 20% 22,000. 30 total 32,000. Then step 3 നമ്മൾ എന്ത് ചെയ്യും? രണ്ട് നമ്മൾ ഡിഫറൻസ് 78,000 minus 32,000 വരുന്നുണ്ട് 46,000. ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യാം? സെസ് അറ്റ് ദ റേറ്റ് 4%. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? കാൽക്കുലേറ്റ് ചെയ്ത് 46,000 പ്ലസ് 4% 47,840. 47,840. സോ ഇത്രയാണ് ആ പ്രോബ്ലം. നമ്മൾ ടാക്സ് ലയബിലിറ്റി ആദ്യം ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചു. ദെൻ 45 ഇയേഴ്സ് ആണെങ്കിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ദെൻ സ്റ്റെപ്പ് 2 70 ഇയേഴ്സ് ആണെങ്കിലുള്ള സെനാരിയോ കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാ ആൻസറുമായി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A cotton mill is engaged in the business of growing cotton and manufacturing thread for the financial year 19, that means assessment year 20. The company manufactured 5,000 spools of thread and sold them for a value of rupees 60 lakhs. Okay. They used 20 bales of cotton grown by them. The market price of bale of cotton is rupees 1,500. Cultivation expenses incurred for producing 2,000 bales of cotton was rupees 38 lakhs. Determine the business income chargeable. Okay. So that means 7A alla, 7B alla, 8 alla. എന്ത് വരും? റൂൾ 7A. സോറി റൂൾ 7. റൂൾ 7 പ്രകാരം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ബിസിനസ് ഇൻകം. ബിസിനസ് ഇൻകം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ അതിൽ നമുക്ക് എന്തുമാത്രം ലെസ് ചെയ്യാം? മാർക്കറ്റ് വാല്യൂ. ഓക്കെ. സോ അതിന് യൂസ് ചെയ്തിരിക്കുന്നത് സ്പൂൾ ത്രെഡ് ആൻഡ് സോൾഡ് 5,000 spools of thread sold for value of rupees 60 lakhs. So 60 lakhs ആണ് ഇട്ടിരിക്കുന്നത്. സോ സെയിൽ പ്രൈസ് എത്ര വരും? സെയിൽ പ്രൈസ് വിൽ ബി 60 lakhs. ദെൻ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെസ് മാർക്കറ്റ് വാല്യൂ. സോ 2,000 ബെയിൽസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1,500 വെച്ച് വരുന്നുണ്ട്. 2,000 into 1,500. Try to answer 30 lakhs varum. 30 lakhs 2,000 into 1,500 30 lakhs version നമുക്ക് എത്ര കിട്ടും? 30 lakhs will be the business income. നമുക്ക് ഇവിടെ എന്ത് ചോദിച്ചിട്ടില്ല? അഗ്രികൾച്ചറൽ ഇൻകം ചോദിക്കുകയായിരുന്നെങ്കിൽ അഗ്രി ഇൻകം. സോ ഈ എന്ത് വരും? 30 lakhs അതിൽ നിന്ന് പ്രൊഡ്യൂഷൻ 30 lakhs ഒരു ലോസ് പോലെ വരുമായിരുന്നു. സോ ഇവിടെ അതിനകത്ത് അഗ്രികൾച്ചർ ഇൻകം ചോദിച്ചിട്ടില്ല. സോ നമുക്ക് അത് വിട്ടിരിക്കുന്ന സെയിൽ പ്രൈസിൽ നിന്ന് എന്ത് ചെയ്തു? മാർക്കറ്റ് പ്രൈസ് റൂൾ 7 പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദാറ്റ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഓക്കെ. സോ 2,000 ബെയിൽസ് ഓഫ് കോട്ടൺ ഗ്രോൺ അതാണ് എന്ത് ബെയിൽസ്. അതിനുശേഷം അവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് എന്തിനകത്തോട്ട് മാറും? സ്പൂൾ ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ബിസിനസ് എലമെന്റ് വരും. സോ ബിസിനസ് ഇൻകം 60 ലാഖിനകത്ത് എന്താണ് 30 ലക്ഷം വരെ ഉള്ളത് അഗ്രികൾച്ചർ ഇൻകത്തിലോട്ട് കുറയ്ക്കാം. ദെൻ റിമൈനിങ് വിൽ ബി business income. Okay, 30 lakhs will be treated as business income. Okay. Then next question. Income of Mr. Ram derived income of rupees 10 lakh from activity of sale coffee ground cured. Coffee
coffee grown and cured by him for the year 31/3/2000. Compute tax liability for the assessment year 2021 in case engaged in a roast. Okay, compute in case. So ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ആദ്യത്തെ എന്താണ് റൂൾ ഏതാണ് വരുന്നത്? റൂൾ വരുന്നത് റൂൾ 7B. എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ഇൻകം ആണ് വന്നിരിക്കുന്നത്. റൂൾ 7B-ക്കകത്ത് എന്താണ്? കോഫി ഗ്രോൺ ക്യൂർഡ്. ഫസ്റ്റ് കേസ് എന്താണ്? കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ്. ഓക്കെ, ഗ്രോൺ ആൻഡ് ക്യൂർഡ്. സോ ഈ സെനാരിയോയിൽ വരുമ്പോഴത്തേക്കും എത്രയാണ് അഗ്രികൾച്ചറൽ ഇൻകം? 75% അഗ്രികൾച്ചറൽ ഇൻകം, 25% ബിസിനസ് ഇൻകം അല്ലേ? 75% അഗ്രി, 25% business income. Okay, so coffee grown, cured and roasted. Engaged in roasting and grown, cured, grounded and roasted. ഈ സെനാരിയോയിൽ എത്രയാണ് വരുന്നത്? ബിസിനസ് ഇൻകം 60%. ദാറ്റ് മീൻസ് അഗ്രികൾച്ചർ ഇൻകം 60%, ബിസിനസ് ഇൻകം 40%. ഇവിടെ ബിസിനസ് എലമെന്റ് കൂടുന്നു. ഇവിടെ എടുത്ത എത്രയാണ്? 10 lakh അല്ലേ? സോ 75%, 7,50,000 അഗ്രികൾച്ചർ ഇൻകം, 2,50,000 ബിസിനസ് ഇൻകം. നേരെ മറിച്ച് റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ 60%. ദാറ്റ് മീൻസ് 6 lakh വരത്തുള്ളൂ അഗ്രികൾച്ചർ ഇൻകം. സോ 6 lakh എക്സംഷൻ കിട്ടുള്ളൂ. ബാക്കി 4 lakh ബിസിനസ് ഇൻകം ആയിട്ട് ടാക്സ് ചെയ്യും. സോ ഇത്രയാണ് ഒരു പ്രോബ്ലം, റൂൾ 7D വെച്ചിട്ടുള്ള പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാറ്റക്സ്. ലാറ്റക്സ് ദാറ്റ് മീൻസ് റൂൾ 7A. റൂൾ 7A, ലാറ്റക്സ് മീൻസ് റബ്ബർ. റബ്ബറിൻ്റെ സെനാരിയോ ആണെങ്കിൽ എത്രയായിട്ട് ഇൻകം? 12 crores. സോ കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം. ഓക്കെ, സോ ഇതിനകത്ത് വരികയാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം എത്രയാണ്? 7A പ്രകാരം 65%, 45% ബിസിനസ് ഇൻകം. സോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 12 crore into 65%, 7.8 crores. ഇതെന്താണ്? അഗ്രി ഇൻകം സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം ഫുള്ളി exempted. 45% എത്ര വരും? 3.6 crores. ഇതെന്താണ്? ബിസിനസ് ഇൻകം. സോ ഇതെന്താണ്? അഗ്രികൾച്ചർ ഇൻകം ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ടാക്സബിൾ ഇൻകം എത്ര വരും? എക്സാം പോയിന്റ് ഓഫ് നിങ്ങൾ എപ്പോഴും പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആണ് രീതിയിൽ ചെയ്ത് മാറുക. ടാക്സബിൾ ഇൻകം 3.6 crores. Taxable income will be 3.6 crores. Then next question. Mr. A had estate in rubber, tea and coffee. Derive income from them and has also a nursery where he grows plants and sells. Okay, so that means nursery നിന്നുള്ള income fully agricultural income ആണ്. It will not be taxed. Okay, നമ്മൾ ആ ഒരു നോട്ടിലുണ്ടായിരുന്നു പറയാൻ വിട്ടുപോയതാണ്. നഴ്സറിയിൽ നിന്നുള്ള ഇൻകം, ദാറ്റ് മീൻസ് നഴ്സറി ചെടിയിൽ വെക്കുന്നതൊക്കെ എന്താണ്? ഫുള്ളി അഗ്രികൾച്ചർ ഇങ്ങോട്ടാണ്. അവിടെ ഒരു ബിസിനസ് എലമെന്റ് ഇല്ല. ഗോ ഗ്രീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അവർക്ക് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ബിക്കോസ് അഗ്രികൾച്ചർ ഇൻകം 2 സബ്സെക്ഷൻ 1 പ്രകാരം അഗ്രികൾച്ചർ ഇൻകം ആണത്. ദെർഫോർ 10 സബ്സെക്ഷൻ 1 പ്രകാരം ഫുള്ളി എക്സംപ്റ്റഡ്. ഇനി നോക്കാം. സോ ഇവർക്ക് എന്തൊക്കെയുണ്ട്? ഇൻകം required to compute taxable income. Taxable income. So I told the computation of taxable income. Then particulars. Agri income. Business income. Okay. First scenario എന്താണ്? റബ്ബർ. റബ്ബർ ഏതാണ്? റൂൾ 7A. 7A പ്രകാരം എന്താണ്? 65-45. 5 lakhന്റെ 65% വരും. 3 lakhs 25%. 5 lakh into 65%, 3 lakh 25.
കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. ദെൻ ബിസിനസ് ഇൻകം 5 ലാഖിൻ്റെ 35%, 1,75,000. Okay, total 5 lakh. Then rubber, coffee grown and cured. Coffee rule 7B, coffee grown and cured 75, 25, 3,50,000, and a coffee grown 75,000, 2,62,500, then 87,500. Then rule 8 T, 60, 40, 4,20,000, 60%, 40%, 2,80,000. Then sale of plants from nursery, എന്താണ് ഫുള്ളി അഗ്രികൾച്ചറൽ ഇൻകം ആണ്, 1 lakh. എൻറ്റയർ വിൽ ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ. നമുക്ക് വേണ്ട എന്താണ്, ടാക്സബിൾ ഇൻകം ആണ്. സോ ഇത് ചെയ്യുമ്പോഴത്തേക്കും അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടോട്ടൽ എത്ര വരും? ടോട്ടൽ agriculture 3,25,000, 2,62,000, 4,20,000, 1 lakh, 5,42,000. ഇവിടെയാണ് എത്ര വരുന്നത്? 5,42,500. അഗ്രികൾച്ചർ ഇൻകം ടോട്ടൽ 11,07,500. സോ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നതാണ് ഇത്. exempted under section 10 subsection 1. Taxable income will be 5,42,500. Then next question. Mr. X, a resident and ordinary resident in India, are derived the following income from various operations relating to plantation and estate owned by him. Okay. നോക്കാം. അപ്പോൾ ഇതിനകത്ത് തന്നെ മനസ്സിലാക്കുക. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം ആൻഡ് അഗ്രികൾച്ചറൽ ഇൻകം. ഓക്കെ. ഇൻകം ഫ്രം സെയിൽ ഓഫ് ലാറ്റക്സ്. സോ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ലാറ്റക്സ് വരുമ്പോഴത്തേക്കും എത്രയാണ്? റൂൾ 7A. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്താ പറയാം, നിങ്ങൾ റൂൾ 7A പർട്ടിക്കുലേഴ്സ് അതങ്ങനെ തന്നെ ചെയ്യണം. നമ്മളിവിടെ ഇപ്പോൾ ആൻസറിലേക്ക് ചെയ്യാണ്. റൂൾ 7A 3 lakhs. റൂൾ 7A പ്രകാരം എത്രയാണ്? 65, 35 അല്ലേ. അഗ്രികൾച്ചറൽ ഇൻകം വരും, അഗ്രി ബിസിനസ് ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം വിൽ ബി 1,95,000. Then business income will be 1,05,000. Then next coffee grown cured in Tamil Nadu. That means grown cured in Tamil Nadu 75, 25. Rule 7B. Agricultural income will be 75,000. Business income will be 25,000. Rule 7B applicable ആകത്തില്ല. Entire income is taxable. So agriculture definitely land situated in India and used to for the purpose of received in Chennai. അറിയേണ്ട കാര്യമില്ല. റിസീവ് ചെയ്താലും എന്താണ്, ഇറ്റ് വിൽ ബി ടോട്ടലി ബിസിനസ് ഇൻകം. ഇന്ത്യക്ക് പുറത്താണ് അഗ്രികൾച്ചർ ആ ഒരു ലാൻഡെങ്കിൽ ടോട്ടലി ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്. അത് അഗ്രികൾച്ചർ ഇൻകോട്ട് കണക്കാക്കത്തില്ല, ബിസിനസ് ഇൻകം. സെയിൽ ഓഫ് ടീ റൂൾ 8. ടീ ആണെങ്കിൽ 60, 40, 2,40,000, 1,60,000. Then നഴ്സറി എന്നുള്ളത് പ്യുവർലി അഗ്രികൾച്ചറൽ ഇൻകം 80,000. therefore നമുക്ക് എന്താണ് ബിസിനസ് ഇൻകവും അഗ്രികൾച്ചറൽ ഇൻകം സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. സോ അഗ്രികൾച്ചറൽ ഇൻകം എത്ര വരും? 5,90,000. business income will be 5,40,000. 5,40,000. Then so 10 subsection 1 വരെയുള്ള പ്രോബ്ലംസ് ഇതുവരെയാണ്. ദെൻ നമുക്ക് ഇതിനകത്ത് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന 10 subsection 2 നമുക്ക് നോർമലി
ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ഈ രണ്ട് 10 സബ്സെക്ഷൻ 2 10 സബ്സെക്ഷൻ 2A നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ മെമ്പേഴ്സ് ഷെയർ ഇൻകം, ഒരു HUF നിന്ന് മെമ്പർക്ക് ഇൻകത്തിൻ്റെ ഷെയർ കിട്ടിയാൽ ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ എക്സംഷൻ കിട്ടുന്നത്? ഓൾറെഡി HUFന്റെ ഇൻകത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? HUF ടാക്സ് ചെയ്യുന്നുണ്ട് ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാൻ. ഓക്കെ, ഡബിൾ ടാക്സേഷൻ. സോ HUFന് ഓൾറെഡി ടാക്സ് ചെയ്തു, ആ ഇൻകമാണ് ഡിവൈഡ് ചെയ്ത് മെമ്പർക്ക് കിട്ടുന്നത്. മെമ്പറിന് വീണ്ടും ടാക്സ് ചെയ്യുവാണെങ്കിൽ ഡബിൾ ടാക്സേഷൻ വരും. അതുകൊണ്ട് HUFന് ടാക്സ് ചെയ്ത് ഓൾറെഡി ടാക്സ് ചെയ്ത് ഇൻകം ആൻഡ് എന്താണ് മെമ്പറുടെ കയ്യിൽ 10 സബ്സെക്ഷൻ 2 പ്രകാരം. ദെൻ പാർട്ട്നേഴ്സ് ഷെയർസ് ഇൻ ടോട്ടൽ ഇൻകം സെക്ഷൻ 10 സബ്സെക്ഷൻ 2A. ഓക്കെ, സോ നമുക്കറിയാം നിങ്ങൾ പാർട്ട്ണർഷിപ്പിലൊക്കെ പഠിക്കുന്നതായിരിക്കും. സോ അവിടെ ഒരു ഇൻകം കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും? പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്ത് ചെയ്യും? അവരുടെ ക്യാപിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോകും. പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതായിട്ടാണ് പാർട്ട്നേഴ്സ് ഷെയർ ആണത്. സോ ദാറ്റ് മീൻസ് ഓൾറെഡി എന്താണ് ആ ഫേമിൽ പാർട്ട്ണർഷിപ്പ് ഫേമിലോ LLPയിലോ എന്താണ് ഓൾറെഡി അത് ടാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ടാക്സ് ചെയ്യുന്ന എമൗണ്ട് ആണ്. സോ പാർട്ട്ണർഷിപ്പിന്റെ ഇൻകം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഇൻകത്തിനെ പുറത്ത് എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. സോ ആ ഇൻകം ആണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്ത് രണ്ടുപേർക്കും കൊടുക്കുന്നത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. സോ പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഓൾറെഡി പാർട്ട്ണർഷിപ്പ് ഫേമിനെ ടാക്സ് ചെയ്യുന്നുണ്ട് 2 സബ്സെക്ഷൻ 10 സബ്സെക്ഷൻ 2A പ്രകാരം എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സോ 10 സബ്സെക്ഷൻ ദെൻ ഇത് നമുക്ക് നോർമലി വരുന്നതാണ്. നോൺ റെസിഡൻസിന് NRE അക്കൗണ്ടിൽ വരുന്നതിനകത്ത് കൊടുത്തു വരുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് മണി സ്റ്റാൻഡിങ് ഓൺ ക്രെഡിറ്റ് ഓഫ് NRE അക്കൗണ്ട് ആണ്. നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് ആണ്. അതിൽ ഫുള്ളി എക്സംപ്ഷൻ കിട്ടുന്നതാണ്. സോ റെമ്യൂണറേഷൻ റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഹു ഇസ് നോട്ട് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ദാറ്റ് മീൻസ് ഒഫീഷ്യൽ ഇന്ത്യക്ക് പുറത്തുള്ളവർ അവരുടെ എംബസി ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അതേ പൊസിഷനിലുള്ള ഇന്ത്യയിലെ ഒഫീഷ്യൽക്ക് അവിടെയും എക്സംപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എക്സംപ്റ്റഡ് എന്നാണ് പറയുന്നത്. സോ ഇതുകൂടെയാണ് ഇത്രയാണ് നമുക്ക് നോർമലി 10 സബ്സെക്ഷൻ 6 കൂടെയൊക്കെ ഈ പറഞ്ഞ റെമ്യൂണറേഷൻ അതായത് സാലറി എന്നുള്ള ഒരു സെനാരിയോയിൽ സംടൈംസ് കയറി വരാറുള്ളതാണ്. ബാക്കിയൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതല്ല. എന്നെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിൽ 10 സബ്സെക്ഷൻ 10D സെക്ഷൻ 10 സബ്സെക്ഷൻ 10D ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അത് എന്താണെന്ന് വെച്ചാൽ 80Cയിൽ വരുന്നതുകൊണ്ട് 80Cയിൽ സം റിസീവ്ഡ് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് ബോഡി. സോ നോർമലി സെക്ഷൻ 10 സബ്സെക്ഷൻ 10D നോർമലി LICയുടെ കയ്യിൽ നിന്ന് LICയിൽ നമ്മൾ പ്രീമിയം അടച്ചാൽ കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് നോർമലി. ബട്ട് 10 സബ്സെക്ഷൻ 10Dയിൽ പറയുന്ന സെനാരിയോ ഇതാണ്, എക്സംപ്ഷൻ നോട്ട് അവൈലബിൾ. ഈ പറയുന്ന സെനാരിയോയിൽ 80DD അണ്ടർ സെക്ഷൻ 80DD3 80DDA4 ഓക്കെ DDA3 ഇതിനകത്ത് സം സ്കീം ആൻഡ് ഇൻഷുറൻസ് പോളിസി ഇതൊന്നും എക്സംപ്ഷൻ കിട്ടില്ല. അതുകൂടാതെ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെനാരിയോ ഇതാണ്. ഓക്കെ, സം റിസീവ്ഡ് അണ്ടർ ഇൻഷുറൻസ് പോളിസി ഇഫ്. ഇവിടെയാണ് നമ്മൾ ഈ 3 പോയിന്റാണ് നമുക്ക് 80Cയിൽ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോർമലി എപ്പോഴും എക്സാമിന് കയറി വരുന്നതാണ് LIC പ്രീമിയം. പോളിസി ഇഷ്യൂഡ് ബിറ്റ്വീൻ പോളിസി ഡേറ്റ് ആണ് നോക്കുന്നത് 1/4/2003 to 1/4/2012 ആണെങ്കിൽ 20 സം അഷ്യൂർഡിനെക്കാട്ടിൽ ഒരു വർഷം കൊടുക്കുന്ന 20% കൂടുതലാണ്. പോളിസി എക്സീഡ് 20% മുകളിലാണെങ്കിൽ എന്താണ് നമുക്ക് എക്സംഷൻ കിട്ടില്ല. ദെൻ സെനാരിയോ പോളിസി ഇഷ്യൂഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2012 and പ്രീമിയം പേയബിൾ ഓൺ പോളിസി എക്സീഡ് 10%. ക്യാപിറ്റൽ സം അഷ്യൂർഡിൻ്റെ ക്യാപിറ്റൽ ഇപ്പം ഇവിടെ ക്യാപിറ്റൽ സം അഷ്യൂർഡ് 10 അല്ലെങ്കിൽ 1 lakh 10 lakh ആണെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ 20% ഈ സെനാരിയോയിലാണെങ്കിൽ എന്താണ് 2 lakhന് എബോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. ഈ സെനാരിയോ ആണെങ്കിൽ 1 lakhന് എബോ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 lakh ആണെങ്കിൽ എക്സംഷൻ കിട്ടില്ല. ദെൻ ഒരു ഡിസേബിലിറ്റി ഉള്ള കേസ് ആണെങ്കിൽ 1/4/2013 മുതലാണ് നമുക്കിത് ജസ്റ്റ് ഇവിടെ പറയുന്നുള്ളൂ. നമ്മൾ 80C ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. നോർമലി അവിടുന്ന് ഈ ഡേറ്റ് വെച്ച് തന്നെ പ്രോബ്ലം വരുന്നതാണ്. 15% ദാറ്റ് മീൻസ് 1.5 lakhന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല? എക്സംഷന് എലിജിബിൾ ആകില്ല. ഓക്കെ, സോ ദെൻ 111 ഇപ്പോൾ നമുക്കറിയാം സുകന്യ സമൃദ്ധി അക്കൗണ്ട് കുട്ടികൾക്ക് വേണ്ടി 10 വയസ്സിന് താഴെയുള്ളവർ തുടങ്ങി 14 വയസ്സ് 18 വയസ്സ് അതിനകത്ത് എടുക്കുന്ന തിരിച്ചു കിട്ടുന്ന എമൗണ്ട്. ഇനി പേയ്മെന്റ് ഫ്രം ശ്രദ്ധിച്ചോണം. സുകന്യ സമൃദ്ധി അക്കൗണ്ടിലേക്കുള്ള പേയ്മെന്റ് നമുക്ക് സെക്ഷൻ 80Cയിൽ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും ചാപ്റ്റർ 6 ഡിഡക്ഷനകത്ത്. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഇതൊന്നും നോർമലി ഇതൊന്നും ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് അല്ല. സോ പരമവീർ ചക്ര അങ്ങനെ കുറേ ഏരിയാസ് പറയുന്നു. ദെൻ നോർമലി ഒരു പ്രോബ്ലത്തിൽ കയറി വരുന്നതാണ് ഇത്. ലാസ്റ്റ് ഇയറിലൊരു ചെറിയ ലാസ്റ്റ് ഇയർ മുമ്പ് ഒരു അമെൻമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ
ഈ ഒരു സെക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. Sikkim is income from any other source in the state of Sikkim and dividend income and interest on securities exempt in the hands of Sikkimis. Okay, Sikkimis exemption is not available to Sikkimis woman who on or after 1st April 2000 marries a non-Sikkim individual. Okay, so that means Sikkim individualsന് മാത്രം കൊടുക്കുന്നതാണ്, സിക്കിമീസിന് വേണ്ടി കൊടുക്കുന്നതാണ്. സിക്കിം ആ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റിലുണ്ടാകുന്ന എനി സോഴ്സ് ഓഫ് ഇൻകം പ്ലസ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം സെക്യൂരിറ്റീസ്. ഒക്കെ ശ്രദ്ധിച്ചോണം, ഇവിടെയാണ് ഇതിനകത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇൻകം, സ്റ്റേറ്റ് ഓഫ് ഇൻകം, ദെൻ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, അത് വെച്ചിട്ടാണ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദെൻ 1031 അതൊന്നും ജസ്റ്റ് വായിച്ചു വിടുക. നെക്സ്റ്റ് നോക്കാം 10AA, വെരി ഇമ്പോർട്ടൻറ്റ്, ഡിഡക്ഷൻ ടു ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ്സ് ഇൻ സ്പെഷ്യൽ എക്കണോമിക്സ് ഉണ്ട്. നമുക്ക് AMTയിലും ഒക്കെ ഈ സ്പെഷ്യൽ എക്കണോമിക്സ് 10AA സെക്ഷൻ 10AA കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് മീൻസ് സ്പെഷ്യൽ എക്കണോമിക്സ് ഉണ്ട്, ദാറ്റ് മീൻസ് സ്പെഷ്യൽ എക്കണോമിക് സോണിനാണ് എന്ത് കിട്ടുന്നത്, സെക്ഷൻ 10AA, സെക്ഷൻ 10AA എക്സംഷൻ കിട്ടുന്നത് സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള. സോ ദാറ്റ് മീൻസ് നോർമലി എന്നുള്ളത് ടാക്സ് റിലീഫൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ ടാക്സ് റിലീഫൊക്കെ കിട്ടുന്ന ഒരു പ്രത്യേക സെക്ഷനാണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. സോ ഈ 10 സബ്സെക്ഷൻ കിട്ടണമെങ്കിൽ എലിജിബിൾ ഓൾ കാറ്റഗറി ഓഫ് അസസീസ്, എല്ലാ കാറ്റഗറി ഓഫ് അസസിനും. ദെൻ കണ്ടീഷൻസ്, ക്ലെയിം എക്സെപ്ഷൻ, began manufacture or produce articles or things or provide service on or after 1/4/2005 in any special economic zone, but not later than assessment. That means assessment year 2021 വരെയാണ്. ഇപ്പോൾ റൈറ്റ് നൗ എന്ത് പറഞ്ഞിരിക്കുന്നത്, സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഈ പറയുന്ന 10AA, ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയർ 2021 മുതൽ 10AA ഡിഡക്ഷൻ എലിജിബിൾ അല്ല. സെയിൽ പ്രൊസീഡ്സ് ഫ്രം export should be received or brought to India in convertible foreign exchange, very important, convertible foreign exchange within a period of 6 months. Okay, within a period of 6 months from the end of the previous year in which extended period allowed by RBI. Okay, normally എന്താണ്, within a period of 6 months from the end of the previous year ആണ് ആ ട്രാൻസാക്ഷൻ നടന്നിട്ടല്ല, പ്രീവിയസ് ഇയറിന്റെ എൻഡ് മുതൽ 6 മാസം വരെ അല്ലെങ്കിൽ RBI അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യണം, ആ പറയുന്ന പ്രൊസീഡ്സ്, എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊസീഡ്സ്. Next point, it should not formed by splitting up or reconstruction of an existing business. That means എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് റീകൺസ്ട്രക്ട് ചെയ്തോ സ്പ്ലിറ്റ് ചെയ്തോ ആയിട്ടുള്ള അത് ഒരു ന്യൂ ബിസിനസ് ആയിരിക്കണം വന്നിരിക്കുന്നത്, ന്യൂ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രീവിയസ്ലി യൂസ്ഡ് ഫോർ എനി പർപ്പസ് എക്സീഡിംഗ്. സോ ദാറ്റ് മീൻസ് പ്ലാന്റ് ആൻഡ് മെഷീനറി ശ്രദ്ധിക്കുക, അതായത് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് പറയുന്നത്, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ അതിനകത്ത് നമുക്കിപ്പം 100%, 100% എടുത്തിട്ട് അതിൽ 80% പക്കാ ന്യൂ ആയിരിക്കണം, 20% വരെ ഓൾഡ് ആയാലും കുഴപ്പമില്ല, ഓൾഡ്. ഓക്കെ, സോ വാല്യൂ ഓഫ് 20% not exceeding value of machinery and plant used to business. Okay, 20% old allowed. The purpose of any machinery or plant which was used outside India by person other than associate shall not be regarded as machinery or plant previously. Okay, so that means എന്തിനകത്താണ്, ഇന്ത്യക്ക് പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ ഈ അസസ്യ അല്ല യൂസ് ചെയ്തെങ്കിൽ എന്തായിരിക്കും ഇത്, എന്നിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി കാറ്റഗറിയിൽ തന്നെ വരും. സോ ഇന്ത്യയിൽ ഇപ്പം 10 ലക്ഷം രൂപയുടെ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിനകത്ത് 2 ലക്ഷം വരെ എന്താകാം, സെക്കൻഡ് ഹാൻഡ് ആകാം 8 ലക്ഷം. ഈ 8 ലക്ഷത്തിനകത്ത് 2 ലക്ഷത്തിന്റെ ഇന്ത്യക്ക് പുറത്ത് വേറൊരു അസസ് യൂസ് ചെയ്ത് കൊണ്ടുവന്നെങ്കിലും അത് എന്തായിട്ട് തന്നെ കൂട്ടത്തുള്ളൂ, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് തന്നെ കൂട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, സച്ച് മെഷീനറി ഓർ പ്ലാന്റ് വാസ് നോട്ട് അറ്റ് എനി ടൈം യൂസ്ഡ് ഇൻ ഇന്ത്യ. Such machinery plant not imported to India from a country outside India and no deduction. Depreciation has been allowed in respect of such machinery or plant to any other person earlier. Okay. Then deduction. Okay. So period. So ആദ്യത്തെ 5 വർഷം
പ്രോഫിറ്റിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോഫിറ്റിൻ്റെ 100% ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 5 years പ്രോഫിറ്റിൻ്റെ 50%. ദെൻ ഒരു അടുത്തൊരു 5 years കൂടെ കിട്ടും. ഒരു അഡീഷണൽ ആയിട്ട് വരുന്നത് നോർമലി പണ്ട് 2 സെനാരിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 50% ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ് ക്രെഡിറ്റഡ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ റീഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ് അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ 50% ഓഫ് സച്ച് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നോർമലി 5 ആയിരുന്നു, പിന്നെ ഒരു 5 വർഷം കൂടെ കിട്ടും. ഈ പറയുന്ന സ്പെഷ്യൽ റീഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റഡ് ടു ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 50% ഓഫ് പ്രോഫിറ്റ് ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ കിട്ടുള്ളൂ. അതർവൈസ് 15 വർഷം എന്നുള്ള 10 വർഷം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. ഈ 50%-നേക്കാൾ കുറവാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് ലീസ്റ്റ് ഓഫ് ദ 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എക്സ്പ്ലനേഷൻ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് നമുക്ക് 2018-ലാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് എപ്പോഴും ഇത് കണ്ടുപിടിക്കാനായിട്ട് it is declared that the amount of deduction under this shall be allowed from total income. Okay, so നമുക്കറിയാം നമ്മൾ എല്ലാം കണ്ടുപിടിച്ച് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതിൽ നിന്ന് എന്താണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ കുറച്ചിട്ട് കിട്ടുന്നതാണ് എന്ത് നമ്മുടെ ടോട്ടൽ ഇൻകം. ഓക്കെ, പണ്ട് ഇത് ഈ ഒരു ക്ലാരിറ്റിയിലായിരുന്നു. ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണോ കിട്ടുന്ന ടോട്ടൽ ഇൻകം, ദാറ്റ് മീൻസ് പക്ക എവിടെ നിന്നാണ് കിട്ടുന്നത് ടോട്ടൽ ഇൻകത്തിൽ. ദാറ്റ് മീൻസ് deduction under section 10AA will be available after deduction of chapter 6. That means gross total income നിന്ന് ലെസ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞ് വരുന്ന ടോട്ടൽ ഇൻകത്തിന്റെ പുറത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത് സെക്ഷൻ 10AA ഡിഡക്ഷൻ കിട്ടുന്നത്. ഓക്കെ, condition to be satisfied claiming for deduction further 5 more years. 10 വർഷം കഴിഞ്ഞ ശേഷം the amount credited to special economic zone reinvestment account is utilized for the acquiring machinery or plant which is first put to use before the expiry of period of 3 years following the previous year in which reserve was created. Okay. Put to use before expiry of a period of 3 years. Very important. Okay, the multiple choice carry vara until the acquisition of machinery and plants aforesaid for the purpose of business undertaking. However, it should not be utilized for distribution by way of dividend or profits or for remittance outside India as profit or for creation of any asset outside India. Okay, then consequence of misutilization or misutilize the profit. Misutilized amount shall be deemed to be the profit in the year in which the amount was so utilized. Unutilized amount shall be profit in the year immediately following the set period of 3 years. Okay, ആ 3 വർഷം കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്റർ ലെവലിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമ്പ്യൂട്ടേഷൻ ഏരിയ ആണ്. amount of exemption. 10 subsection A പ്രകാരം കിട്ടുന്ന എക്സംഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഓഫ് യൂണിറ്റ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ, export turnover of unit in special economic, total turnover of unit in special economic zone. Okay, profit in special economic zone into export of special economic zone divided by total turnover. Okay, so export means consideration received or bought to in India by SSC in convertible form but does not include freight, telecommunication charges and insurance attributable to the delivery of articles or things outside India, or expenses incurred in foreign exchange in providing the technical services out. That means freight, telecommunication charges, insurance, then expenses incurred. ഇതൊന്നും എന്തിനകത്ത് വരത്തില്ല, എക്സ്പോർട്ട് ടേൺ ഓവറിനകത്ത് വരില്ല. ദെൻ ഇന്റർ യൂണിറ്റ് ട്രാൻസ്ഫർ പറയുന്നത് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ആയിരിക്കണം, മാർക്കറ്റ് വാല്യൂവിലായിരിക്കണം. അതർവൈസ് എന്താ നോക്കുക, വേറെ എനി ഗുഡ്സ് ഓർ സർവീസസ് of eligible business are transferred to any other business or vice versa otherwise than market value. Date of transfer, the profits and gains of the eligible business shall be computed as if transfer was made at market value. Okay, market value ഇതുപോലെ excess deduction കിട്ടത്തില്ല, ഇൻകം എത്രയാണോ അത്ര കിട്ടത്തുള്ളൂ. Then where it appears to the assessing officer no excess deduction, the deduction claimed and allowed under this section shall not be exceed the profit and gains of eligible business. Okay,
then excessive profit, where it appears to the assessing that the assessee derives more than ordinary profit from eligible business due to close connection between assessee and any other person, then assessing officer may consider such profit as may be reasonable for the purpose of computing deduction under this section. Okay, so excess ആണെങ്കിൽ assessing officer ആണ് എന്ത് ചെയ്യുന്നത്, അത് may consider such profit, ആ പ്രോഫിറ്റിലൂടെ. Okay, in case of amalgamation of demerger, no deduction will be available to amalgamating company or demerged company in the year of amalgamation of the deduction will be available to amalgamated company or a resulting company for unexpired period. Okay, that means 5 then 5 after 5 വർഷം 5 years 100%, then 50%, then 50% or credited to special economic reinvestment reserve account like varunathu. But the deduction under this section is claimed as allowed in relation to any specified business eligible to reinvestment linked deduction under section 35AD. So 35AD നമ്മൾ ബിസിനസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അവിടെ അത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് വരാം. ഇവിടെ 35AD കുറച്ച് സ്പെസിഫൈഡ് ബിസിനസ് PGVP നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അവിടെ വരും. സോ നമുക്ക് ഈ ചാപ്റ്ററിലെ മേജർ ഏരിയസ് ഇതാണ്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. 2 subsection 1 അഗ്രികൾച്ചറൽ ഇൻകം. സോ ലാൻഡിൽ നിന്ന് കിട്ടുന്നത്, ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്നത്. 10 subsection 1 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ്. സോ ദെൻ എന്താണ് ആ ഒരു പാർട്ട്ലി ഇൻ്റഗ്രേഷൻ വരുന്ന കേസ് ഇൻഡിവിജ്വൽ HUF, AOP, BOA, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സണ്, ടോട്ടൽ ഇൻകം പ്ലസ് അഗ്രികൾച്ചർ ഇൻകം പ്ലസ് നോൺ അഗ്രികൾച്ചർ ഇൻകം ടാക്സ്, ബേസിക് എക്സംഷൻ ലിമിറ്റ് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ പുറത്ത് ടാക്സ്, ദെൻ ആ ഡിഫറൻസ് നോർമലി 4% ഇവിടെ വരുന്ന കേസ്. ദെൻ 10 subsection 2A, ദെൻ 10 സിക്കിമിസിൻ്റെ കേസിന് വരുന്ന കേസ്, ദെൻ ലാസ്റ്റ് വൺ 10AA. ഓക്കെ, നമുക്ക് നോർമലി ഇന്റർ ലെവലിൽ സെക്ഷൻ 10AA വരുന്നത് നമുക്ക് എന്താണ് ഡിഡക്ഷൻ കണ്ടുപിടിക്കാനാണ്. ഡിഡക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് എത്രയായിരിക്കും പ്രോഫിറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോണിലെ പ്രോഫിറ്റ് ഇൻറ്റു എക്സ്പോർട്ട് ടേൺ ഓവർ ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ then divided by total turnover of special economic zone. It's very important. പറയുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്താണ് നോക്കേണ്ടിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം. ദെൻ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം, റിമൈനിങ് പ്രോബ്ലംസ്. ഓക്കെ, സോ 9th one, Mr. A member of HUF received ₹10,000. ഓക്കെ, HUF ഉണ്ടായിരുന്നു. HUFിൻ്റെ മെമ്പർക്ക് എത്ര കിട്ടി? HUFിൽ നിന്ന് മെമ്പർക്ക് ₹10,000 കിട്ടിയിരിക്കുന്നു. ഷെയർ ഓഫ് ഇൻകം. ഓക്കെ, സോ ഷെയർ ഓഫ് ഇൻകം HUFിൽ നിന്ന് ഷെയർ ഓഫ് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ് HUFിനെ ഈ ഇൻകത്തിന് പുറത്ത് ടാക്സ് ചെയ്തിട്ടുണ്ട്. സോ മെമ്പർക്ക് സെക്ഷൻ 10 subsection 2 പ്രകാരം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ compensation on account of a disaster received from a local authority, normally 10 subsection B, 10 subsection section 10 subsection 10 BC ലാണ് fully exemption വരുന്നത്. ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്, examine the correctness of statement, that means authority by an individual is taxable. So 10 subsection 10 BC പ്രകാരം fully exempted ആണ്. That means the statement as such false statement ആണ്. Then next question, exemption available to Sikkim individuals only in respect of income from any other source in Sikkim. Examine the correctness. Section 10 subsection 26 AAA. So Sikkimisiൻ്റെ കേസിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളി എക്സംപ്ഷൻ വരുന്നത് എന്തൊക്കെയാണ്? ഇൻകം ഫ്രം എനി അതർ സോഴ്സ്, എനി സോഴ്സ് ഇൻ സിക്കിം. അത് കൂടാതെ എന്തുകൂടെ പറയുന്നുണ്ടായിരുന്നു? ഡിവിഡൻഡ് ഓർ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ സിക്കിമീസ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സംഷൻ അവൈലബിൾ ടു സിക്കിംസ് ഇൻ ഓൺലി, എന്താ ഇതിന് മാത്രമേ എക്സംഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിനും കിട്ടും, അതുകൂടാതെ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ഇൻകം ഓൺ സെക്യൂരിറ്റീസിന് നമുക്ക് എന്ത് കിട്ടും? സിക്കിം ഇൻഡിവിജ്വൽസിന്
എക്സംഷൻ കിട്ടുന്നതാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. This statement as such is false. Then next one, examine whether the reasoner with the reasons. In brief, whether the following statements are true or false with reference to provisions of the Income Tax Act 1961. Exemption available to SICKI means individuals only in respect of. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇതെന്താണ്, ഫോൾസ് ആണ്. എന്തിനൂടെ കിട്ടും? അതിന് മാത്രമല്ല, അതുകൂടാതെ ഡിവിഡൻഡിനും ഇൻട്രസ്റ്റിനും. പെൻഷൻ റിസീവ്ഡ് ബൈ റെസിപ്പിയന്റ് ഓഫ് ഗാലണ്ടറി അവാർഡ്സ് ഹു വാസ് എ ഫോർമർ എംപ്ലോയി ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് എക്സംപ്റ്റ് ഫ്രം. ഓക്കെ, സോ ഗാലണ്ടറി അവാർഡ്സ് കിട്ടുന്ന കേസ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പറയുന്നതാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 18 ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇത് ട്രൂ. സോ ദാറ്റ് മീൻസ് അതൊരു ഗാലണ്ടറി അവാർഡ് കിട്ടുക മീൻസ് അത് നമുക്ക് കോമൺ സെൻസ് ആണ്. അവാർഡ് കിട്ടുക ഇൻ ദ സെൻസ് അതൊരിക്കലും എന്തെല്ലാം ഒരു ഇൻകം ആയിട്ട് കിട്ടില്ല. മിസ്റ്റർ എ മെമ്പർ ഓഫ് HF റിസീവ് ₹10,000 ഫ്രം ഷെയർ ഓഫ് ഹിസ് ഏജ്. സോ 10 സബ്സെക്ഷൻ 2 പ്രകാരം ഇത് എക്സംപ്റ്റഡ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ്. സിക്കിമിസിന്റെ കേസിൽ എന്തായിരുന്നു? സെക്ഷൻ 10 സബ്സെക്ഷൻ 26A സെക്ഷൻ ഒക്കെ എഴുതുകയാണെങ്കിൽ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എപ്പോഴും. ഇന്റർ ലെവലിൽ സെക്ഷൻ എഴുതണ്ട എന്ന് പറയുന്നത് കേൾക്കാതിരിക്കുക കഴിയുന്നത്. സോ ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുക എപ്പോഴും നമുക്ക് സെക്ഷൻ കൂടെ കോട്ട് ചെയ്ത് ആൻസറിലേക്ക് വരിക. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ എക്കണോമിക്സ് കൊണ്ടാണ്. വൈ ലിമിറ്റഡ് ഫർണിച്ചേഴ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ 31/3/2020. ടോട്ടൽ ടേൺ ഓവർ ഓഫ് യൂണിറ്റ് എ ലൊക്കേറ്റഡ് ഇൻ സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ എന്ന്. എപ്പോഴും സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ മാത്രമായിട്ട് ലൊക്കേറ്റഡ് ഇൻ സ്പെഷ്യൽ എക്കണോമിക്സ് സോൺ. പ്രോഫിറ്റ് ഓഫ് ബിസിനസ് യൂണിറ്റ് എ 30. ടോട്ടൽ ടേൺ ഓവർ പ്രോഫിറ്റ് ഇൻ എക്സ്പോർട്ട് ഓഫ് യൂണിറ്റ് എ 50. ടോട്ടൽ ടേൺ ഓവർ യൂണിറ്റ് ബി ലൊക്കേറ്റഡ് ഇൻ ഡൊമസ്റ്റിക് താരിഫ് ഏരിയ ആണ്. യൂണിറ്റ് ബി എവിടെയല്ല. സോ വൈ ലിമിറ്റഡിന്റെ തന്നെ ഒരു യൂണിറ്റ് ആണ്, ബട്ട് സ്പെഷ്യൽ എക്കണോമിക്സ് സോണിലല്ല. പ്രോഫിറ്റ് ഓഫ് യൂണിറ്റ് ബി കമ്പ്യൂട്ട്. സോ നമുക്ക് എപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ യൂണിറ്റ് ബി എന്തിൽ വരത്തില്ല? സെക്ഷൻ 10 സബ്സെക്ഷൻ 10A വരില്ല. ബിക്കോസ് സ്പെഷ്യൽ എക്കണോമിക് സോണിലെ പ്രോഫിറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ടോട്ടൽ എക്സ്പോർട്ട്, സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ടോട്ടൽ ടേൺ ഓവർ, സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ എക്സ്പോർട്ട്. എക്സ്പോർട്ട് അത്രയാണ് നമുക്ക് വരുന്നത്. സോ ഡിഡക്ഷൻ 10 സബ്സെക്ഷൻ സെക്ഷൻ 10A പ്രകാരമുള്ള ഡിഡക്ഷൻ വരുന്നത് നമുക്ക് നമ്മുടെ ഫോമുല എന്തായിരുന്നു? ഫോമുല ഡിഡക്ഷൻ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ഈ കേസ് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഓഫ് യൂണിറ്റ് എ ഇൻറ്റു എക്സ്പോർട്ട് ടേൺ ഓവർ ഓഫ് യൂണിറ്റ് എ. യൂണിറ്റ് ബി നമ്മൾ ഒന്നും എടുക്കത്തില്ല. ടോട്ടൽ ടേൺ ഓവർ ഓഫ് യൂണിറ്റ് എ. സോ പ്രോഫിറ്റ് എത്രയുണ്ട്? ബിസിനസ് കമ്പനീസിനൊക്കെ നമുക്ക്, അതായത് ഒരു 10 നമുക്കറിയാം. ഇതിവിടെ അസ്യൂമിംഗ് ദ ബിസിനസ് കംസ്, ദാറ്റ് മീൻസ് ആദ്യത്തെ 5 വർഷം 100%, പിന്നത്തെ 5 വർഷം 50%. അത് വെച്ചിട്ടാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. ഇവിടെ എത്ര വരും? പ്രോഫിറ്റ് എത്ര ഉണ്ട്? ടോട്ടൽ ടേൺ ഓവർ പ്രോഫിറ്റ് ഓഫ് ബിസിനസ് യൂണിറ്റ് 30. അതിനകത്ത് ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? 100. എക്സ്പോർട്ട് ടേൺ ഓവർ 50. ദാറ്റ് മീൻസ് നമുക്ക് എത്ര വരെ കിട്ടും? 15 lakhs എക്സംഷൻ കിട്ടും. യൂണിറ്റ് ബിക്ക് എന്താണ്? നോട്ട് 10 സബ്സെക്ഷൻ 10A പ്രകാരമുള്ള സെക്ഷൻ 10A പ്രകാരമുള്ള ഒരു ഡിഡക്ഷനും കിട്ടില്ല. ബിക്കോസ് സ്പെഷ്യൽ എക്കണോമിക്സ് ഒന്നല്ല, ഡൊമസ്റ്റിക് താരിഫ്, നോർമൽ ബിസിനസ് ഏരിയ ആയിട്ടാണ് വരുന്നത്, ഡൊമസ്റ്റിക് താരിഫ് ഏരിയയിലാണ് വരുന്നത്. സോ സ്പെഷ്യൽ എക്കണോമിക്സ് ഓണിൽ വരുന്ന ബിസിനസ് എന്താണ്? അവർക്കൊരു ഇൻകം ടാക്സ് എക്സംഷൻ, ഒരു ഒത്തിരി റിലീഫും കാര്യങ്ങളും കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ്. ഒരു എക്സ്പോർട്ടൊക്കെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയാണ്, അവിടുന്ന് കൂടുതൽ എക്സ്പോർട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 10A ഒരു ഡിഡക്ഷൻ കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ എത്രയാണ് ഡിഡക്ഷൻ വരുന്നത്? കമ്പ്യൂട്ട് ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 10A 15 lakhs. Then next question, are limited as one unit at special economic zone and another unit domestic area. രണ്ട് തന്നിരിക്കുന്നു. ആർ ലിമിറ്റഡ് ടോട്ടൽ, ആർ ലിമിറ്റഡിൽ തന്നിരിക്കുന്നു ടോട്ടൽ സെയിൽസ് യൂണിറ്റ് DTA, എക്സ്പോർട്ട് സെയിൽസ്, നെറ്റ് പ്രോഫിറ്റ്. കാൽക്കുലേറ്റ് ദ എലിജിബിൾ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 10AA ഇൻകം ടാക്സ് ആക്ട്. സ്റ്റാർട്ട്സ് ആൻഡ് മാനുഫാക്ചറിങ് 22/5/2012 ബോത്ത്. സോ ഇവിടെ രണ്ട് സിനാരിയോ ആണെങ്കിൽ 22/5/2012 ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇപ്പം നമ്മുടെ 2021 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയും 5 വർഷം കഴിഞ്ഞു.
5 വർഷം വരെ എത്തണം 100%, 5 വർഷം കഴിഞ്ഞാൽ 40%. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ എൻറ്റയർ ഇവിടെ ഒരു ഇൻ്റർ ലെവലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വന്നിരിക്കുന്നതാണ്. ആർ ലിമിറ്റഡിന് 2 ഉണ്ട്, ഒരെണ്ണം എന്താണ് സ്പെഷ്യൽ എക്കണോമിക്സ് സോണും ടോട്ടലും തന്നിരിക്കുന്നു, DTAയിലും തന്നെ. ദാറ്റ് മീൻസ് ആ ഡിഫറൻസ് ആയിരിക്കും എന്ത് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വരുന്ന ഇത്. ഓക്കെ, സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 10AA. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നുണ്ട് പർട്ടിക്കുലേഴ്സ്. ടോട്ടൽ സെയിൽസ് എത്രയാണ് 6 crores. അപ്പം യൂണിറ്റ് DTAയിലെ സെയിൽസ് വന്നിരിക്കുന്നത്. അപ്പം സ്പെഷ്യൽ എക്കണോമിക് സോണിലെ സെയിൽസ് എത്ര വരും 6 crores minus 6 crores minus 2 crores. Okay, total 4 crores. Export sales of export turnover, export sales total 4,60,00,000, 1,60,00,000 എന്ത് വരും. സോ സ്പെഷ്യൽ എക്കണോമിക്സ് സോണിന്റെ എക്സ്പോർട്ട് സെയിൽസ് എത്ര വരും 3 crores. ദെൻ നെറ്റ് പ്രോഫിറ്റ് ടോട്ടൽ ആർ ലിമിറ്റഡ് ടോട്ടൽ വന്നിരിക്കുന്നു 80 lakhs. DTAയുടെ സോ സ്പെഷ്യൽ എക്കണോമിക്സ് സോണിന്റെ എത്ര വരും 60 lakhs. നമ്മുടെ ഡിഡക്ഷൻ എത്ര വരുന്നുണ്ട് പ്രോഫിറ്റ് സ്പെഷ്യൽ എക്കണോമിക്സ് സോണിലെ പ്രോഫിറ്റ് ആയിട്ടുള്ള 60 lakhs ഇൻറ്റു സ്പെഷ്യൽ എക്കണോമിക്സ് സോണിന്റെ എക്സ്പോർട്ട് എത്രയാണ് ടോട്ടൽ ടേൺ ഓവർ എത്രയാണ് 4 ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും 45 lakhs. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെനാരിയോ നമ്മൾ എ ആൻസർ എടുക്കുകയാണെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് 2012 ദാറ്റ് മീൻസ് നമ്മുടെ 5 വർഷം കഴിഞ്ഞ് 2017 ആകുമ്പോൾ തന്നെ 5 വർഷം കഴിയും. പിന്നത്തെ 5 വർഷം എത്ര എടുത്തുള്ളൂ 4,50,000 50% ആണ്. 50% എത്ര വരും 45 lakhs. 4,50,000 അല്ല 45 lakhsന്റെ 22,50,000. ദെൻ സെക്കൻഡ് സെനാരിയോയിലോ ബി ആണെങ്കിൽ 2016 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എന്താണ് 5 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ 45 lakhsന്റെ 100% കിട്ടും. തോന്നുന്നു 45 lakhs. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല എന്താണ് ഇവിടെ സ്പെഷ്യൽ എക്കണോമിക്സ് സോണിന്റെ ഫിഗർ തന്നിട്ടില്ല, ടോട്ടൽ ഡീറ്റെയിൽ ആണ്. അതിന് സ്പെഷ്യൽ എക്കണോമിക്സ് സോണിന്റെ ഫിഗർ കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ പ്രോഫിറ്റ്, സ്പെഷ്യൽ എക്കണോമിക് സോണിലെ എക്സ്പോർട്ട്, സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ടോട്ടൽ ടേൺ ഓവർ, അത് വെച്ച് എന്താണ് ഡിഡക്ഷൻ എമൗണ്ട് കിട്ടി. ഡിഡക്ഷൻ എമൗണ്ട് തന്നെ എന്താണ് എത്ര വർഷമായി എന്നനുസരിച്ചിട്ടാണ്. ഫസ്റ്റ് സെനാരിയിൽ എന്താണ് 5 വർഷം കഴിഞ്ഞു, 5 മുതൽ 10 വരെയാണെങ്കിൽ എത്രയാണ് 50%. സെക്കൻഡ് സെനാരിയിൽ ആദ്യത്തെ 5 വർഷത്തിലാണ്. സോ പ്രോഫിറ്റിന്റെ ഡിഡക്ഷന്റെ 100% നമുക്ക് അലൗഡ് ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം, ടിപ്പിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് PR Industries Limited unit established in special economic zone for providing various services furnishes you the following. Okay, first year of its operation entered on, that means newly established ആണ്. Total receipt from provision of service, then receipt from export of service, profit of business. Out of total exports 8 lakhs could not be realized on account of death of foreign service recipient. The plant and machinery used in the business has depreciated at 25% SLM and depreciation of 2 lakh charged to P&L. Compute the taxable income of the company. Okay, so that means special economic zone ആണെങ്കിൽ എന്താണ് 10 subsection AA പ്രകാരമുള്ള ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് എന്ത് ടാക്സബിൾ ഇൻകം. നമുക്കൊന്ന് നോക്കാം കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം. Computation of taxable income. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് തന്നിരിക്കുന്നു? നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ലൈറ്റിനോ തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് 5 lakhs അല്ലേ 5 lakhs. ദെൻ
The plant and machinery used in the business has been depreciated at 25% SLM. Okay. ഇൻകം ടാക്സിനകത്ത് നമുക്ക് എപ്പോഴും എന്താണ് ഈ സെനാരിയോയിൽ നമുക്ക് പിന്നീട് നമ്മളത് സെക്ഷൻ 32 PGFലാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോർമൽ 2 സെനാരിയൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും എന്താണ് നമുക്ക് റിട്ടേൺ ഡൗൺ മെത്തേഡാണ്. ഇതിനോട് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് IT ആക്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കിട്ടാനായിട്ട് എന്നോട് എന്ത് ചെയ്യുന്നു, ആഡ് ഡിപ്രീസിയേഷൻ. ഇപ്പം നമ്മൾ ഇപ്പോൾ കുറച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 2 lakhs ആഡ് ചെയ്യുന്നു. ദെൻ ലെസ് ഡിപ്രീസിയേഷൻ as per ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് എത്രയാണ് ഡിപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്നത് 2 lakhs. സോ 2 lakhs അതായത് 25% SLM എടുത്തപ്പോഴാണ്. ദാറ്റ് മീൻസ് 2 lakhs ഡിവൈഡഡ് ബൈ 25% ആണ് ആ ഒരു മെഷീനറിയുടെ വാല്യൂ. ഇതിൻ്റെ കൂടെ നമുക്ക് എത്രയാണ് ഡിപ്രീസിയേഷൻ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നോർമലി എലിജിബിൾ ആയിട്ടുള്ള ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റിൽ 2 subsection 11 നമ്മൾ സെക്ഷൻ 32 ഇൻഡെപ്ത് ആയിട്ട് ബിസിനസ്സിൽ പഠിക്കുന്നത്. റൈറ്റ് നൗ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, 15%. സോ 15% എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1,20,000. സോ 7 lakh minus 1,20,000, 5,08,000 ആണ് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ്. 5,08,000 വിൽ ബി ദ പ്രോഫിറ്റ്. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ഡിപ്രീസിയേഷൻ 28 SLM ആണ്. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്തിട്ട് ആക്ച്വലി IT ആക്ട് പ്രകാരമുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15% കുറച്ചു. 5,80,000 ആണ് കിട്ടിയത്. നമുക്ക് ഇൻകം കിട്ടി. നമുക്ക് ടാക്സബിൾ ഇൻകം മീൻസ് 10 അല്ലേ, ഇൻകം നമുക്ക് എത്ര കിട്ടി, ഇൻകം റൈറ്റ് നൗ സ്പെഷ്യൽ എക്കണോമിക്സ് 5,80,000. സോ ടാക്സബിൾ ഇൻകം മീൻസ് എന്താണ്, എസ് ഡിഡക്ഷൻ, സ്പെഷ്യൽ എക്കണോമിക്സ് ആണ് ഡിഡക്ഷൻ അണ്ടർ 10A പ്രകാരം, സെക്ഷൻ 10A പ്രകാരമുള്ള ഡിഡക്ഷൻ. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്, ടാക്സബിൾ ഇൻകം. സോ 10AA പ്രകാരമുള്ള ഡിഡക്ഷൻ അത് എങ്ങനെയാണ്, നമ്മൾ 10A സെക്ഷൻ 10AA പ്രകാരമുള്ള ഡിഡക്ഷൻ പ്രോഫിറ്റ് ഇൻറ്റു സ്പെഷ്യൽ എക്കണോമിക്സ് കൊണ്ട് പ്രോഫിറ്റ്, അതായത് ഇവിടെ എത്രയാണ് 5,80,000. ദെൻ ഇൻറ്റു ടോട്ടൽ അല്ലേ, എക്സ്പേർട്ട് ടേൺ ഓവർ ഓഫ് സ്പെഷ്യൽ എക്കണോമിക്സ് ഓൺ ഡിവൈഡ് ബൈ ടോട്ടൽ റെസീറ്റ്സ് എത്രയാണ് ഇവിടെ, ടോട്ടൽ റെസീറ്റ് ഫ്രം പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ 50 lakhs ടോട്ടൽ. ദെൻ റെസീറ്റ് ഫ്രം എക്സ്പോർട്ട് സർവീസ് 48 ആണ്. നമ്മളിപ്പോൾ എടുത്തു കൊണ്ടിരുന്നതാണ് ഇറ്റ് ഷുഡ് ബി റിയലൈസ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ബ്രോട്ട് ചെയ്തിരിക്കണം ഇൻ എന്താണ്, ഫോറിൻ ഡെത്ത് ഓഫ് ഫോറിൻ 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കണം. അതെങ്കിൽ മാത്രമേ എന്തായിട്ട് കൂട്ടുള്ളൂ, അതൊരു എക്സ്പോർട്ടായിട്ട് കൂട്ടുള്ളൂ, എക്സ്പോർട്ട് ടേൺ ഓവർ ആയിട്ട് കൂട്ടുള്ളൂ. സോ ഇതിനകത്ത് 40 ലക്ഷം ഉണ്ടായിരുന്നു, നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്തു, ബട്ട് 8 ലക്ഷത്തിന് എന്ത് കിട്ടിയിട്ടില്ല, ആ ഒരു സർവീസ് റെസിപ്പിൻ മരിച്ചു പോയതാണ് കിട്ടിയിട്ടില്ല. ദാറ്റ് മീൻസ് 40 ലക്ഷം മൈനസ് 8 ലക്ഷം, അതായത് 32 ലക്ഷത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്ത് കിട്ടുള്ളൂ, എക്സ്പോർട്ട് ടേൺ ഓവർ. ഈ ഡിഡക്ഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പോർട്ട് ടേൺ ഓവർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഇംപ്ലൈസ് 5,80,000 into 3,20,000 divided by 5 lakhs. 3,71,200. So ഇവിടെ ഡിഡക്ഷൻ കൊടുക്കുക 3,71,200. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ടാക്സബിൾ ഇൻകം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം. ബേസിക് എക്സാമിഷൻ അത് 10(2)ഉം 10 subsection 2ഉം 10 subsection 2A. സോ പിന്നെ 10 subsection 1-ലെ പിന്നെ നമുക്ക് ഇപ്പം AMT CA ഇന്റർമീഡിയറ്റ് ന്യൂലി ഇൻസെർട്ട് ആയിട്ട് 10A. സോ 2018 ഒരു അമെൻമെന്റ് വന്നിട്ടാണ് 10AA. ഇപ്പോൾ RTP വരെയൊക്കെ വന്നിട്ടുണ്ട്. കൂടുതൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നിന്ന് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. 2,08,000. 2,08,000. Then so very important question. നമ്മൾ എന്ത് കണ്ടുപിടിച്ചുണ്ടോ, ടോട്ടൽ ഇൻകം ഇങ്ങനെ ഒരു സെനാരി വന്നുകൊണ്ട് ആക്ച്വൽ ഇൻകം കണ്ടുപിടിച്ചു, IT ആക്ട് പ്രകാരമുള്ള ഇൻകം കണ്ടുപിടിച്ചു. ദെൻ എക്സ്പോർട്ട് ടേൺ ഓവർ ഓഫ് സ്പെഷ്യൽ എക്കണോമിക്സ് ഓൺ ടോട്ടൽ ടേൺ ഓവർ. എക്സ്പോർട്ട് ടേൺ ഓവറിൽ എന്താണ്, ഇത് കിട്ടിയിട്ടില്ല, റിസീവ് ചെയ്താൽ 6 മാസത്തിനുള്ളിൽ പ്രീവിയസ് ഇയർ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ബ്രോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ എന്താകത്തുള്ളൂ,
എക്സ്പോർട്ട് ടേൺ ഓവറിൽ നമ്മളത് ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ അത് വെച്ചിട്ട് ടാക്സബിൾ ഇൻകം ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വിൽ ബി ഇൻകം ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 10AA. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണെന്ത് ഓപ്പറേഷൻ. ഇത് അടുത്ത വർഷം ഉണ്ടാണ് 100%, 3,721 കാര്യം 5 വർഷത്തിൻ്റെ ആദ്യത്തെ 5 വർഷം ഇൻകം ഉള്ളതിൻ്റെ 100% നമുക്ക് കുറയ്ക്കാം. സോ ഇത്രയാണ് നമ്മുടെ എക്സംഷൻ ചാപ്റ്ററിൽ എക്സംപ്റ്റഡ് ഇൻകം ചാപ്റ്ററിൽ വരുന്നത്. സോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ 2 subsection 1A definition of agricultural income, then section 10 subsection 1, 10 subsection 2, 10 subsection 2A, then സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 10AA. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് ഇതാണ് ബേസിക് ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് നമ്മൾ ഹെഡ്സ് ഓഫ് ഇൻകം അതിൽ ഫസ്റ്റ് ഹെഡ് ആയിട്ടുള്ള സാലറി ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.